എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് ലക്ഷ്മി ജുവലറി ശ്രീകണ്ഠൻ നായർ ഷോ പവർഡ് ബൈ കൈരളി TMD ആൻഡ് MJ ഇൻഫ്രാസ്ട്രക്ചർ. നിങ്ങൾക്കറിയാം, കേരളത്തിൻ്റെ പല ഭാഗങ്ങളും ഇപ്പോൾ പനിക്കോളിൽ നടുങ്ങി നിൽക്കുകയാണ്. ഒരു സമരത്തിന് പറ്റിയ കാലാവസ്ഥയിലേ അല്ല കേരളം ഇപ്പോൾ. ന്യായമായ സേവന വേതന വ്യവസ്ഥകൾക്ക് വേണ്ടി കുറച്ചധികം കാലമായി കേരളത്തിലെ നഴ്സിംഗ് സമൂഹം സമരത്തിലാണ്. അതിൻ്റെ തുടർച്ചയായി ഒരു പ്രത്യക്ഷ സമര പരിപാടിയിലേക്ക് അവർ നീങ്ങി തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ആഴങ്ങളിലേക്കാണ് ഈ ഷോ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. കേരളം പനിച്ചു വിറച്ച് കിടക്കുന്നൊരു സമയത്താണ് ഞാൻ താങ്കളോട് സംസാരിക്കുന്നത്. സമരത്തിന് തിരഞ്ഞെടുത്ത ഈ സമയം അത്ര സുഖകരമായി എന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങൾ സമരത്തിന് നോട്ടീസ് കൊടുക്കുന്നത് ഒരാഴ്ച മുമ്പോ 2 ആഴ്ച മുമ്പോ അല്ല. 1.5 വർഷമായി ഞങ്ങൾ ഈ പുതിയ ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരപാതയിലാണ്. 6 മാസം കഴിഞ്ഞ് ജനുവരിയിൽ തന്നെ സർക്കാരിനെയും അധികാരികളെയും മാനേജ്മെൻറ്റുകളെയും എല്ലാം അറിയിച്ചതാണ് ഇത്തരമൊരു സമരത്തിലേക്ക് ഞങ്ങൾ കടക്കും. ജൂൺ വരെ ഞങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാണ്. അതിനു മുമ്പ് തന്നെ ഞങ്ങൾക്ക് അർഹതപ്പെട്ട കൂലി ഞങ്ങൾക്ക് കിട്ടണം. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമുള്ള ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്ന് ജനുവരിയിൽ ആവശ്യപ്പെട്ടു. അത് കാണാത്തതിൻ്റെ ഭാഗമായി അതിന് തയ്യാറെടുപ്പ് നടത്താനായി വീണ്ടും മാർച്ചിൽ ഞങ്ങൾ മുന്നറിയിപ്പ് നൽകി. ഏപ്രിൽ ഇടക്കാലാശ്വാസമായി അടിയന്തിരമായി 5000 രൂപയെങ്കിലും അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ നോട്ടീസ് നൽകി. പിന്നീട് മെയ് മാസത്തിലാണ് ഞങ്ങൾ സമരത്തിലേക്ക് നീങ്ങുന്നത്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ നോട്ടീസ് കൊടുത്തില്ലെന്നോ, നിങ്ങൾ ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തില്ലെന്നോ, സർക്കാരുമായിട്ട് നിങ്ങൾ സംവദിച്ചില്ലെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. അതായത് കേരളത്തിലൊരു പ്രത്യേക സാഹചര്യമാണ്. കുറച്ച് ആൾക്കാർ മരിച്ചു, പല സ്ഥലങ്ങളിലും പനി വ്യാപകമാകുന്നു. ചില ആൾക്കാർ പറയുന്നത് സർക്കാരിൻ്റെ പിഴവുണ്ടെന്ന് പറയുന്നത്. അതെന്തായാലും കേരളത്തിൽ പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് മാറ്റി വയ്ക്കാമായിരുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം. എത്ര നാൾ ഞങ്ങൾ മാറ്റിവെക്കും? ഈ ഒരു അടിയന്തര സാഹചര്യം കഴിയുന്നവരെങ്കിലും നിങ്ങൾ മാറ്റി വെക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ കാരണം നിങ്ങൾ ഈ സമരം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ആശുപത്രികളുടെ പ്രവർത്തനം നിലയ്ക്കും, രോഗികൾ അതുകൊണ്ട് സന്ത്രാസത്തിലാവും, രോഗികൾക്ക് ടെൻഷൻ ഉണ്ടാവും, നിങ്ങൾ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നില്ലേ? അങ്ങനെയെങ്കിലും ഞങ്ങൾ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഈ ആശുപത്രികൾക്ക് ചിന്തിച്ചുകൂടെ? അല്ലെങ്കിൽ ഈ അധികാരി വർഗത്തിന് ചിന്തിച്ചൂടെ? ഞങ്ങളെ സമരത്തിൽ ഇറക്കുന്നതിനേക്കാൾ നല്ലത് അർഹതപ്പെട്ട കൂലി ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ ഞങ്ങൾ ഇത്തരം പ്രക്ഷോഭത്തിൻ്റെ ബാധയിലേക്ക് പോകേണ്ട ആവശ്യമില്ലോ. ഒറ്റ പോയിന്റിൽ ഞാൻ ചോദിച്ചാൽ, നിങ്ങളുടെ ആഗ്രഹം ഇപ്പോൾ കൂലി വർദ്ധിപ്പിക്കണമെന്നാണോ, അതോ നിങ്ങളുടെ സേവന വേതന വ്യവസ്ഥകൾ ആകെ മാറ്റിമറിക്കണമെന്നാണോ നിങ്ങൾ ആവശ്യം? സേവന വേതന വ്യവസ്ഥകൾ ആകെ മാറ്റിമറിക്കണം. മാന്യമായി ഈ മണ്ണിൽ ജീവിക്കാനുള്ള അവസരം ഞങ്ങൾക്കുണ്ടാവണം. സുപ്രീം കോടതി നിർദ്ദേശിച്ച പോലെ തുല്യ ജോലിക്ക് തുല്യവേതനം എന്നുള്ള മുദ്രാവാക്യം തന്നെയാണ് ഞങ്ങൾ ഉയർത്തുന്നത്. സർക്കാർ ആശുപത്രിയിൽ പോകുന്ന ഒരു രോഗി സ്വകാര്യ ആശുപത്രി വന്നതിനും അതേ രോഗം തന്നെയാണ്, അതേ ചികിത്സ തന്നെയാണ് ലഭിക്കുന്നത്. എന്നാൽ സ്വകാര്യ ആശുപത്രികൾ ഈടാക്കുന്ന അമിത ചാർജും നഴ്സിംഗ് പ്രൊസീജിയർ എന്ന പേരിൽ പോലും ഈടാക്കുന്ന ചാർജിൻ്റെ 10% പോലും. താങ്കൾ പറയുന്നത് വളരെ കുറച്ച് ആശുപത്രികളല്ലേ ഉള്ളൂ ഇങ്ങനെ കേരളത്തിൽ? എനിക്ക് തോന്നുന്നത് എല്ലാ ആശുപത്രികളും ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ തന്നെ പാടുപെടുന്ന ഒരുപാട് ആശുപത്രികൾ കേരളത്തിലില്ലേ? കേരളത്തിൽ ആ ആശുപത്രികളും നിങ്ങൾ പറയുന്ന പോലെ 50% വേതനം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ പ്രായോഗികമായ കാര്യമാണോ എന്ന് ഞാൻ ചോദിക്കുന്നത്. അല്ല, 50%, 35% വരെ വർദ്ധിപ്പിക്കാൻ സർക്കാർ ഇതുകൊണ്ട് സമ്മതിച്ചല്ലേ? 50% എന്നുള്ളൊരു മുദ്രാവാക്യമല്ലല്ലോ ഞങ്ങൾ ഉയർത്തുന്നത്. ഞങ്ങൾ പറഞ്ഞതുള്ള സുപ്രീം കോടതി പറഞ്ഞ പ്രകാരം, സുപ്രീം കോടതി നിർദ്ദേശിച്ച പ്രകാരം ഉള്ള ശമ്പള വർധനമാണ് ഞങ്ങൾ പറയുന്നത്. ഏറ്റവും കുറഞ്ഞ പെർസെൻറ്റേജ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ 20,000 രൂപ ഏറ്റവും കുറഞ്ഞ കൂലി, മിനിമം സാലറി ഏറ്റവും. കാരണം ഈ മേഖലയിൽ ഇന്ന് അന്യസംസ്ഥാനത്ത് വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് പോലും ഈ നാട്ടിൽ 800 രൂപ ജോലി കിട്ടുമ്പോൾ, തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയാൽ പോലും 600-700 രൂപ കിട്ടുമ്പോൾ ഇവിടെ ഒരു നഴ്സിന് കിട്ടുന്ന ശമ്പളം വെറും 300 രൂപയാണ്. നിങ്ങളുടെ ആശുപത്രിയിലാണോ ശരിക്കും ഇവർക്കിടെ ശമ്പളം അനുവദിച്ചു കൊടുത്തത്? അങ്ങനെ പറയാൻ പറ്റില്ല. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ആദ്യമേ ഇവര് ഒരു പ്രത്യക്ഷ സമര പരിപാടിയായിട്ടാണോ ദയ ഹോസ്പിറ്റലിൽ സമീപിച്ചത്? ഇല്ല, അങ്ങനെയല്ല. ദയ ഹോസ്പിറ്റലിന്റെ മാനേജറിന് ആദ്യമേ തീരുമാനം എടുത്തിരുന്നു. കഴിഞ്ഞ 2016 നവംബറിൽ ഞങ്ങൾ 10% കൂട്ടി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഞങ്ങൾ 10% കൂട്ടി കൊടുത്തു. ഇനി ഇവർ ഒരു ഡിമാൻഡ് വെച്ചു, ഇങ്ങനെ സമരത്തിന് പോവാന്ന്. തൃശ്ശൂരിലെ ഹോസ്പിറ്റലിൽ സമരം സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ചർച്ചയ്ക്ക് വിളിച്ചു. കളക്ടർ ഞങ്ങളെ 19-ാം തീയതി രാത്രി ചർച്ചയ്ക്ക് വിളിച്ചു, സൺഡേ. അത് ഞങ്ങളെല്ലാവരും പങ്കെടുത്തു. അപ്പോൾ ഇവർ വെച്ച ഡിമാൻഡ് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 5,000 മിനിമം സാലറി കൂട്ടി കിട്ടണം. അങ്ങനെ രാത്രി 12 മണി വരെ ചർച്ച നടന്നു. പക്ഷെ തീരുമാനമായില്ല. പക്ഷെ അവസാനം ഇവർ വാക്ക് പറഞ്ഞു, ഏതെങ്കിലും മാനേജ്മെൻറ്റ് ഞങ്ങൾ പറയുന്ന കാര്യം അംഗീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ സമരം പിൻവലിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ തിങ്കളാഴ്ച ഇവരായിട്ട് ഞങ്ങൾ ഫോണിൽ സംസാരിച്ചു, പിന്നെ നേരിൽ സംസാരിച്ചു. ചൊവ്വാഴ്ച രാവിലെ ഞങ്ങൾ അടിയന്തര ബോർഡ് കൂടി ഞങ്ങൾ തീരുമാനം എടുത്തു. ഞങ്ങൾ 20% ഓൾറെഡി കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി 30% കൂട്ടി കൊടുത്താൽ ഇവർ പറഞ്ഞാൽ തുകയിലേക്കാവും. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നഴ്സിംഗ് സമൂഹത്തിൽ നമ്മൾ മറ്റുള്ളൊരു തൊഴിലാളികളെ പോലെ കാണാൻ പാടില്ല. കാരണം അവരൊരു പ്രത്യേക വിഭാഗമാണ്. ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും, അവരുടെ കയ്യിലാണ്. പിന്നെ ഞങ്ങളുടെ അവിടുത്തെ സ്റ്റാഫ് ഞങ്ങളായിട്ട് നന്നായിട്ട് സഹകരിക്കുന്ന സ്റ്റാഫാണ്. അപ്പോൾ ഒരു സമരത്തിലേക്ക് വലിച്ചേക്കുന്നത് ശരിയല്ല എന്നുള്ള തീരുമാനം ഞങ്ങളെടുത്ത പ്രകാരം ഞങ്ങൾ 50% കൂട്ടിക്കൊടുക്കും.
നിങ്ങളതുകൊണ്ട് ഒറ്റപ്പെട്ടോ ആശുപത്രി സമൂഹത്തിൽ നിന്ന്? അങ്ങനെ ഒറ്റപ്പെട്ടോ എന്ന് പറയാന്ന് വെച്ചാല് നിങ്ങളെ പുറത്താക്കിയതായിട്ട് പത്രവാർത്തകൾ കണ്ടു. പുറത്താക്കിയതായിട്ട് ഞങ്ങൾക്ക് ഒരു മെയിൽ വന്നു. പുറത്താണോ അകത്താണോ അതിപ്പോ പറയാൻ പറ്റില്ല, കാരണം അതിനുശേഷം ഞങ്ങളെ KPHR മീറ്റിംഗ് ഒന്നും അറിയിച്ചിട്ടില്ല. അതിന്റെ ശേഷം ഒരു മീറ്റിംഗ് കൂടി എന്ന് പറഞ്ഞ് ഞങ്ങൾ അറിയിച്ചിട്ടില്ല. ഞങ്ങൾക്ക് മെയിൽ വന്നു, അങ്ങനെ നിൽക്കുന്നു ആ കാര്യങ്ങളൊക്കെ. ഫാദറെ, ഇപ്പോൾ ഇവരൊക്കെ പറയുന്നത് പോലെ മാധ്യമങ്ങൾ ഇവരെ അവഗണിച്ചു എന്നൊരു പരാതി അവർക്കുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പക്ഷേ ഇങ്ങനൊരു തുറന്ന ചർച്ച ആദ്യമായിട്ടായിരിക്കും ടെലിവിഷൻ പ്രേക്ഷകർ കാണുന്നത്. കേരളത്തിൽ ഒരു വ്യവസ്ഥിതിയുണ്ട്. അതായത് ജനാധിപത്യപരമായിട്ട് നമ്മളുടെ അതാത് സമയത്തെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് സർക്കാർ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി രൂപീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് മെമ്പേഴ്സാണ് ഞാനും ഞങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന 3 മെമ്പേഴ്സ് അതിനകത്തുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ബോർഡിലെ മെമ്പേഴ്സാണ്. സമയാസമയങ്ങളിൽ വരുന്ന കാര്യങ്ങൾ പഠിച്ച് മിനിമം വേജസ് റിവിഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റി ഉണ്ടാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അല്ല, ആ സംവിധാനം ഫലപ്രദമല്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെയുള്ള പ്രശ്നം? ഫലപ്രദമല്ലാന്ന് പറയാനായിട്ട് പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു സംവിധാനത്തിലൂടെ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ അപ്പോൾ ഫാദർ പറയുന്നത് ഇവരിപ്പോ ഇങ്ങനെ ഒരു സമരത്തിലേക്ക് എടുത്ത് ചാടണ്ടായിരുന്നാണോ ഫാദർ പറയുന്നത്? തീർച്ചയായിട്ടും സമരത്തിന് എടുത്ത് ചാടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം അല്ല, ഇവർക്ക് അതല്ലെങ്കിൽ എന്തൊരു പോംവഴി? ഇതിന്റെ പഠനം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്ത് ചില ഗവൺമെന്റിൻ്റെതായിട്ടുള്ള ചില സാങ്കേതിക തടസ്സങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ബഹുമാനപ്പെട്ട മന്ത്രിക്കുണ്ടായിട്ടുള്ള ചില ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന കാര്യങ്ങൾ നീണ്ടുപോയത്. അതിനുശേഷം 15-ാം തീയതി എന്ന് പറയുന്ന ഡേറ്റിൽ ചർച്ച ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ആ സമയത്താണ് 17-ാം തീയതി സമരം തുടങ്ങുന്നു എന്നുള്ള സമയം വേണമായിരുന്നു അല്ലേ? സമയം വേണമായിരുന്നു തീർച്ചയായിട്ടും. ഒരു സെക്കൻഡ്, ഡോക്ടറുടെ ഒരു അഭിപ്രായം എങ്ങനെ ഈ കാര്യത്തിൽ? ഇവർക്കൊരു മിനിമം വേജസ് എന്ന് പറയുന്നൊരു സംഭവം ഈ കേരളമൊക്കെ ഉണ്ടായി ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു അപാകത ഇല്ലെന്ന്? ഇല്ല, അപാകതയല്ല. അതിൽ ഈ ഗവൺമെന്റിന്റെ ചില നടപടിക്രമങ്ങളുണ്ട്. മിനിമം വേജ് ആക്ടിൽ പറഞ്ഞിട്ടുണ്ട് മിനിമം വേജ് ഷുഡ് ബി റിവൈസ്ഡ് അറ്റ്ലീസ്റ്റ് വിത്തിൻ 5 years. ഞങ്ങളിവിടെ 2013 ഓൾറെഡി ഒരു റിവിഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ 2018 വരെ ശരിക്കും സമയമുണ്ട്. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങൾ കണക്കെടുത്തുകൊണ്ട് ഗവൺമെൻറ് നേരത്തെ തന്നെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അല്ല, ഈ ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഒരു മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുന്നത് എന്തിനാ? കുറച്ചൊരു ക്ഷമ കാണിക്കണ്ടേ? ഇവര് ഒരു ക്ഷമകേട് കാണിച്ചു എന്നുള്ളതുണ്ട് തോന്നലുണ്ട്. ഒരു സെക്കൻഡ്, പ്രസിഡന്റ് എന്ത് പറയുന്നു ഈ കാര്യത്തിൽ? നിങ്ങൾ എടുത്തുചാട്ടം നടത്തിയോ ഇതിനകത്ത്? ഞാൻ പറയാം, പക്ഷേ എനിക്ക് ഇപ്പം നിങ്ങളുടെ പ്രശ്നങ്ങളോട് എനിക്ക് അനുഭവം ഉള്ളപ്പോൾ തന്നെ നിങ്ങൾ ഇതിന് തെരഞ്ഞെടുത്ത സമയം വളരെ മോശമായി പോയി എന്നൊരു അഭിപ്രായം. ഒരിക്കലുമല്ല, ഞങ്ങളുടെ വീടുകളിലുമുണ്ട് പനി പിടിച്ച ആൾക്കാർ. 2012 മുതൽ നിങ്ങളുടെ വീട് അത്യാഹിതം സംഭവിച്ചിട്ടില്ലല്ലോ. ഈ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പല ഹോസ്പിറ്റലുകളും കൃത്യമായി സമര നോട്ടീസ് കൊടുത്തുകൊണ്ട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ 2012 മുതൽ ഈ 2017 വരെ പഠിക്കുമായിരുന്നു. അല്ല, ഡോക്ടർ പറഞ്ഞ കാര്യം, അതായത് നമ്മളിപ്പോൾ ഇത് മിനിമം വേജസ് കമ്മിറ്റി പഠിക്കാനുള്ളൊരു സാവകാശം സമയം നിങ്ങൾ കൊടുത്തില്ലെന്ന് ചോദിക്കുക. സർ, ഈ എല്ലാ ജില്ലകളിലുള്ള പഠനത്തിലും പങ്കെടുത്ത ഒരു അസോസിയേഷനാണ് ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ. ഞാൻ ചോദിക്കുന്നത്, ഇതുവരെ പഠിത്തം കഴിഞ്ഞില്ലേ? കാര്യം ഈ ചെയ്യുന്ന ജോലിക്കാണ് ഞങ്ങൾ കൂലി ചോദിക്കുന്നത്, അല്ലാതെ ആരുടെയും ഔദാര്യമല്ല. ഞങ്ങൾ ചോദിക്കുന്നത് ചെയ്യുന്ന നേതാവിന്റെ ഭാഷയാ. ഇതൊക്കെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു ബുദ്ധിമുട്ടില്ലേ? അല്ല സാർ, ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു രോഗി ഹോസ്പിറ്റലിൽ വരുന്ന ഉടനെ അവരുടെ നിന്ന് വാങ്ങിക്കുന്ന പൈസയിൽ ഈ ഒരു പറയുന്ന വാചകങ്ങളൊന്നും കാണുന്നില്ലല്ലോ. ഇപ്പോൾ എനിക്ക് കേരളത്തിൽ ഒരേ ആശുപത്രിയിലും ജോലി കിട്ടത്തില്ല. ഞാൻ ഇന്നൊരു പ്രൈവറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ഒരു നേഴ്സാണ്. ഞാൻ കേരള നഴ്സിംഗ് കൗൺസിൽ അംഗീകരിച്ച ഒരു നേഴ്സാണ്. പക്ഷെ എനിക്കറിയാം, ഞാനൊരു രോഗിയെ ഞാൻ ഈ 2012 മുതൽ ഈ സമരരംഗത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ ഈ നഴ്സിംഗ് സമൂഹത്തിന് നേതൃത്വം നൽകി, ഈ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയതുകൊണ്ട് എനിക്ക് കേരളത്തിൽ, കർണാടകത്തിലും അങ്ങനെ ഒരു സ്ഥലത്തും എനിക്ക് ജോലി കിട്ടത്തില്ല. കുറച്ച് മാസങ്ങൾ കൂടി നിങ്ങൾക്ക് ക്ഷമിക്കാമായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സാർ, അതാണ് ഞാൻ വ്യക്തമായി പറഞ്ഞത്. ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൃത്യമായ നോട്ടീസുകൾ നൽകിയും IRC കമ്മിറ്റിയിൽ ഞങ്ങളുടെ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് അംഗവുമാണ്. കൃത്യമായ രീതിയിൽ വളരെ ലീഗലായിട്ട് തന്നെ മുമ്പോട്ട് വരും. എന്തുകൊണ്ട് ഇവരിതിന് കൃത്യമായ ഒരു പഠനം നടത്താൻ അല്ലെങ്കിൽ എന്താണ് സൊല്യൂഷൻ ഉണ്ടാക്കണമെന്ന് ഇവർ തീരുമാനിച്ചില്ല? ഞങ്ങൾ മനസാക്ഷിയുടെ അങ്ങേറ്റം കാണിച്ചുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ അത്യാവശ്യം നഴ്സുമാരെ ജോലി കിട്ടേണ്ട സ്ഥലങ്ങളിൽ ജോലി കിട്ടാൻ ഞങ്ങൾ സമരത്തിലിറങ്ങുന്നത്. അത് ഞങ്ങളുടെ മനസാക്ഷി. നല്ല കാര്യം. അപ്പോൾ മാം ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്? പനിബാധിതരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെയും ഈ പ്രശ്നം സോൾവ് ചെയ്തുകൊണ്ട് അതിനൊരു പരിഹാര മാർഗം എന്താണെന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കുക. അല്ല, ഇങ്ങനെ മിനിമം വേജസ് കമ്മിറ്റി അതിനൊരു തയ്യാറെടുപ്പുകൾ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഇതിനൊരു ശമ്പള വർധന സർക്കാരിന് പ്രഖ്യാപിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും അതിന് സാധിക്കില്ല. എന്നാലും എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഇവർ പറയുന്നതനുസരിച്ച് എനിക്ക് മനസ്സിലായി, നേരത്തെ തന്നെ ഇതിനുള്ള ചർച്ചകൾ തുടങ്ങിയതാണ്. അപ്പോൾ ഇത് നേരത്തെ തന്നെ ഇതിനൊരു സൊല്യൂഷൻ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അതെ, അപ്പോൾ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇത് ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരുടെയും ഒരു കാര്യം തന്നെയായിട്ട് കണക്കിലെടുത്തുകൊണ്ട് അവരത് ചെയ്യേണ്ടതാണ്. നമ്മുടെ കേരളം ഒട്ടാകെ പനിച്ചൂടിലിരിക്കുകയാണ്. അപ്പോൾ ഈ അടിയന്തര കാലഘട്ടത്തിൽ ഒരു സമരത്തിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെല്ലാവരും വളരെ കഷ്ടപ്പെടും.
അത് ഇവരുടെ ഇപ്പോൾ 11,000 രൂപ മിനിമം കൂലി എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഒരു കൂലിപ്പണിക്കാരന് 800 രൂപ 700 രൂപ കിട്ടുന്ന സമയത്ത് ഇവർക്ക് 300 350 കിട്ടിയാൽ എങ്ങനെ ജീവിക്കാൻ പറ്റും ഈ കാലഘട്ടത്തിൽ? ഈ ചർച്ച കൊണ്ട് പ്രയോജനം ഇല്ലാതെ പോകുന്നൊരു അവസ്ഥയുണ്ടോ ഇപ്പോൾ? അങ്ങനെയില്ല. ഇതിപ്പോൾ ഒരു ചർച്ച വരുന്നിടത്ത് മാനേജ്മെന്റ് അവരുടെ നിലപാടുകൾ കർക്കശമാക്കുന്നു, അവരൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല, അവരിത് കൊടുക്കുന്നു അല്ലെങ്കിൽ കൊടുക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നില്ല. ഇത് എങ്ങനെയെങ്കിലും നീട്ടിവെക്കുക എന്നുള്ള ഗൂഢതന്ത്രമാണ് മാനേജ്മെന്റ് പുറത്തിറക്കുന്നത്. സർക്കാർ നേരിട്ട് ഇടപെട്ടിരിക്കുകയാണെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? സർക്കാർ നേരിട്ട് ഇടപെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനേജ്മെന്റ് ചങ്ങാത്തം പിടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ IRC കമ്മിറ്റിയിൽ ഇനി ഈ ഒരു ചർച്ചയില്ല എന്ന് പറഞ്ഞ് സർക്കാർ സ്വതന്ത്രമായ നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സമയം ചോദിച്ചിരിക്കുന്നത്. അത് അടുത്ത 14-ാം തീയതി 15-ാം തീയതി കണ്ടല്ലായിരുന്നു, ജൂലൈ. അപ്പൊ ആ തീയതി വരെ നിങ്ങൾ എന്തുകൊണ്ട് ക്ഷമിച്ചില്ല എന്നുള്ളതാണ് ഡോക്ടറും ഫാദറും ഒക്കെ ചോദിക്കുന്നത് തന്നെയാണ്. സാർ, 2016 ജനുവരിയിൽ പുതുക്കേണ്ട സാലറി റിവിഷനാണിത്. പക്ഷേ ഇവർ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചർച്ച നീട്ടി വെച്ച് തീർച്ചയായിട്ടും. അങ്ങനെയുണ്ടോ ഫാദറെ? മനപ്പുറം ഈ ചർച്ച നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടോ? അങ്ങനെയില്ല. സർക്കാരിൻ്റെതായിട്ടുള്ള ഒരു നയമുണ്ട്. സർക്കാരിൽ സ്വാഭാവികമായിട്ടും എല്ലാ സർക്കാരുകൾക്കും അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പഠിച്ചു ചെയ്യാനായിട്ടുള്ള, എല്ലാവർക്കും ഒപ്പീനിയൻ പറയാനായിട്ടും എല്ലാവരുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാനായിട്ടും ഉള്ള കാര്യങ്ങൾ നമ്മൾ പരിഗണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഞാൻ ഒറ്റ വായത്തിൽ ചോദിച്ചാലേ ഫാദറെ, ഇവരുടെ പ്രധാന 2 യൂണിയൻ ഇപ്പോൾ സമരത്തിലാണ്. മാത്രമുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്ന നഴ്സുമാർക്കൊക്കെ ഇതിനോടൊരു ധാർമ്മികമായ അനുഭവം ഉണ്ട് താനും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവരിൽ നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത്? ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഇവർ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മിനിമം വേജസ് റിവിഷൻ കമ്മിറ്റി നിൽക്കുന്നിടത്തോളം ഇല്ല. സർക്കാർ ഗവൺമെന്റ് ഓർഡർ ആയിട്ട് എന്താണോ ആവശ്യപ്പെടുന്നത് അതേ രീതിയിലേക്ക് മാറും. അല്ല, സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തല്ല മാനേജ്മെന്റ് തന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിക്കാൻ. ഗവൺമെന്റ് ഓർഡർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജനകീയമായിട്ടുള്ള ഭരണവും ജനകീയമായിട്ടുള്ള കാര്യങ്ങളുമല്ലേ, നമുക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യണം. സർക്കാരിനും ഇതിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാനൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെയും കൂടി ഭാഗമാണ്, അല്ലെങ്കിൽ അതുപോലത്തെ ധാരാളം ഹോസ്പിറ്റലിൻ്റെ ഭാഗമാണെന്നുള്ളത് കൊണ്ടും സർക്കാർ തന്നെ നടത്തുന്ന വിവിധങ്ങളായിട്ടുള്ള ആരോഗ്യ പദ്ധതികൾ ഞങ്ങളുടെ ഹോസ്പിറ്റലുകളിൽ പലതിലും നടക്കുന്നത് കൊണ്ട് അവിടെ സർക്കാരിനും ഒരു സൈ ഉണ്ട്. കാരണം അവിടുത്തെ ഒരു ശമ്പള വ്യവസ്ഥ എങ്ങനെയാണ് ഡോക്ടർ? ഇപ്പോൾ ഫാദർ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ശമ്പള വ്യവസ്ഥ എന്ന് വെച്ചാൽ 2013 മിനിമം വേജസിനേക്കാളും കൂടുതലാണ്. ഒരു മിനിമം വേജസ് കമ്മിറ്റി ഫ്രണ്ടിൽ റിപ്പോർട്ട് തയ്യാറാക്കാൻ ശ്രമിക്കുന്നു, അത് കൺമുമ്പിലുണ്ട്. അങ്ങനെ കൺമുമ്പിലുള്ളപ്പോൾ നമ്മുടെ ഒരു സമരത്തിലേക്ക് ചാടിക്കഴിഞ്ഞാൽ എന്തായാലും റിപ്പോർട്ടിന്റെ ഫലമായിരിക്കുമല്ലോ കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നത്. ആരുടെ കൺമുമ്പിലാണ് ഈ റിപ്പോർട്ടുള്ളത്? ഞാൻ ഇന്നവരെ ഒരു റിപ്പോർട്ടും കണ്ടിട്ടില്ല. റിപ്പോർട്ടുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ബലരാമൻ കമ്മിറ്റി റിപ്പോർട്ട് ഇവിടെ ഉണ്ട്. ഞങ്ങൾ കൊണ്ടുവന്നല്ല, സർക്കാർ കൊണ്ടുവന്ന 2012 നടപ്പിലാക്കിയവർ അനുഭവിച്ചോ? വീരകുമാർ കമ്മിറ്റി റിപ്പോർട്ട് ഞങ്ങൾ കൊണ്ടുവന്നല്ല, സർക്കാർ കൊണ്ടുവന്ന, അംഗീകരിക്കവർ സമ്മതിച്ചോ? ഇപ്പൊ സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഞങ്ങൾ കൊണ്ടുവന്നല്ല, സുപ്രീം കോടതി ഇന്ത്യയിലെ പരമോന്നതമായ നീതിപീഠം കൊടുത്താ അത് നടപ്പിലാക്കിയവർ സമ്മതിക്കുന്നുണ്ടോ? ഇവർക്ക് ഇവരുടേതായ നിയമം. നേരത്തെ പറഞ്ഞ മാതിരി ആശുപത്രികൾ എവിടെയാണ് പൂട്ടിപ്പോകുന്നത്? ആശുപത്രികൾ ബഹുനില കെട്ടിടങ്ങളായി വളരുകയാണ്. ഏത് ചെറിയ ആശുപത്രിയാണ് നഷ്ടം? എല്ലാ ആശുപത്രികളും ലാഭത്തിലാണെന്ന് പറയുന്നൊരു പ്രൊപ്പോസൽ നമുക്ക് എത്താൻ എല്ലാ ആശുപത്രികളും ലാഭത്തിലാണ്. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് ഈ ആശുപത്രികൾ ബഹുനില കെട്ടിടങ്ങളായി വളരുന്നത്? ഒരു ആശുപത്രിയുടെ പലപ്പോഴും നിങ്ങൾ നോക്കണം, ഹൈക്കോടതി പോകണം, CAG പോലും റിപ്പോർട്ട് പല ആശുപത്രികളും ബിൽഡിങ്ങിന്റെ പെർമിഷൻ പോലും എടുക്കാതെ കെട്ടിപ്പൊക്കുകയാണ്. ഒരു ആശുപത്രി നഷ്ടത്തിലുള്ള ഒരു ആശുപത്രി താങ്കൾ പറയൂ, ഞങ്ങൾ സമ്മതിക്കാം. ഞങ്ങൾ ചെറിയ ആശുപത്രിയൊന്നും ഞങ്ങൾ ഇന്നുവരെ ഉദ്ധരിച്ചില്ല. ഞങ്ങൾ ഇവിടെ സമരം ചെയ്തില്ല. ബഹുനില കോർപ്പറേറ്റ് ആശുപത്രികളെയാണ് ഇവിടെ. ആശുപത്രിയുടെ ചെയിനാണ് വരുന്നത്. 5 സ്റ്റാർ ഹോസ്പിറ്റൽസ് പലതും ലാഭത്തിൽ പോകുന്നുള്ള സത്യമാണ്. എന്നാൽ ചെറിയ ചെറിയ ഹോസ്പിറ്റൽ എത്രയോ ഇത് പിടിച്ചു നിൽക്കാൻ പോലും പാടുപെടുന്ന ആശുപത്രി നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ നമ്മുടെ പ്രശ്നം ഇങ്ങനത്തെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഈ ജനങ്ങളുടെ ഒരു പരിധിവരെയും തെറ്റിദ്ധരിപ്പിച്ചും ജനകീയമായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളെയും മാറ്റിവെച്ചുകൊണ്ടും ചെയ്യാണ്ട് പറ്റില്ല. നമ്മുടെ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ നമുക്ക് നഷ്ടത്തിലായിട്ടുള്ളതും പൂട്ടിയ ആശുപത്രികളുടെ എണ്ണം വേണമെങ്കിൽ എത്ര എണ്ണം വേണമെങ്കിലും ധാരാളമായിട്ടുള്ള ആശുപത്രിയിൽ പൂട്ടിപ്പോയിട്ടുണ്ട്. അതൊക്കെ വേറൊരു കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ അമിതമായിട്ട് സൂചിപ്പിക്കാൻ സാധിക്കോ? ഒരു കാര്യം ചോദിക്കുന്നത്, അച്ഛൻ ഘോര പ്രസംഗിക്കുന്നുണ്ട്. ഒരു ഒട്ടനവധി ചാൻസുകൾ ഉണ്ടായിരുന്നതാണ് ഈ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാനായിട്ട്. ഇതൊക്കെ അട്ടിമറിച്ചതിൽ പ്രധാന പങ്കുള്ളവരാണ് ഈ രണ്ടുപേരും. ഈ സംശയമില്ലാത്ത കേസല്ലേ? ഇവര് ആദർശ ശുശ്രൂഷ എന്ന് പറയുന്നത് എവിടെയാ? നഴ്സുമാരുടെ ശമ്പളത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇവർ ഭയങ്കര ആദർശ ശുശ്രൂഷയാണ്. പേഷ്യന്റിന്റെ ബില്ലിന്റെ കാര്യത്തിൽ ഇവർ ഒരു ആദർശ ശുശ്രൂഷ ഒരു രീതിയിൽ കാണുള്ളൂ. ഇവർ ഡയാലിസിന്റെ കണക്കല്ലേ പറയുന്നുള്ളൂ. മറ്റു വലിയ വലിയ പ്രൊസീജിയറുകൾക്ക് ഇവർ വാങ്ങി ചാർജ് ഈടാക്കുന്നത് എത്രയാ? ഇനിയിപ്പോ 2013 ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയതിനു ശേഷം രോഗികളുടെ ചാർജ് ഇവർ വ്യത്യാസം വരുത്തിയിട്ടില്ലേ? നഴ്സുമാരുടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുമ്പോൾ മാത്രമാണോ ഇവർ ഈ രോഗികളുടെ ബില്ല് വർദ്ധിപ്പിക്കുന്നത്? ഒരു സെക്കൻഡ് ഡോക്ടർ ഒന്ന് മറുപടി പറയട്ടെ. ഒരു സ്വകാര്യ ആശുപത്രി എന്ന് പറഞ്ഞാലേ അത് നടത്തിക്കൊണ്ട് പോകുന്നതിന്റെ ചെലവ് രോഗികൾ തന്നെ വഹിക്കണം. ഞങ്ങൾക്ക് വേറെ ഒരു ഇൻകം ഇല്ല.
അപ്പം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ന്യായമായ ബില്ലിട്ട് പൈസ മേടിക്കാതെ പറ്റില്ല. കാരണം ഇവരെ പോലെ മറ്റ് ഒരുപാട് വിഭാഗങ്ങൾ ഒരാശുപത്രിയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഒരു ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് ഡോക്ടേഴ്സിലാണ്. നല്ല ഡോക്ടേഴ്സ് ഇല്ലാതെ ഒരാശുപത്രിയും കേരള ഞാൻ ഡോക്ടർമാർക്ക് സാലറി കൊടുക്കുന്നതിന് എതിരഭിപ്രായം പറയുന്നല്ല. ഇവർക്ക് കൊടുക്കുന്ന കമ്മീഷൻ, ഇവർക്ക് ഒരു ഡോക്ടറിന്റെ സാലറി എന്ന ഒരു ഹൈലി പ്രൊഫഷണലായ ഒരു ഡോക്ടർ, അത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഏതെങ്കിലും ഒരു നഴ്സിന്റെ പേര് പറഞ്ഞ ആശുപത്രിയിലേക്ക് രോഗി വരുമോ? ഒരിക്കലും ഇല്ല. പക്ഷെ ഒരു ഡോക്ടറുടെ ബ്രാൻഡ് നെയിമിൽ പ്രസിഡന്റ് പറയട്ടെ പറയും. ആശുപത്രി എന്ന് പറയുമ്പോൾ നേഴ്സ് ഇല്ലാതെ ഒരു ഡോക്ടർ മാത്രം ആശുപത്രി ആകുന്നില്ല. ഇത്രയേ ഉള്ളൂ. ഇതൊരു വാണിജ്യ സ്ഥാപനം. അപ്പൊ ഈ വാണിജ്യം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരു 10 നഴ്സസ് അവിടെ ഇല്ലെങ്കിൽ ആശുപത്രി വർക്ക് ചെയ്തില്ല എന്നുള്ള സത്യമാണ്. പക്ഷേ ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറി തന്നെ അവിടെ വർക്ക് ചെയ്യും. നമുക്ക് രണ്ടുപേർക്കും അറിയാം. അപ്പൊ നമ്മൾ അതേസമയം ഡോക്ടർക്ക് ശമ്പളം കൂടുതലാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എറണാകുളം നഗരത്തിൽ തന്നെ അടുത്ത കാലത്തായിട്ട് പല ആശുപത്രികളും പൂട്ടിപ്പോയി. അടുത്ത കാലത്ത് തന്നെ എറണാകുളം സിറ്റിക്ക് നടുക്കുള്ള ഒരു ആശുപത്രി പൂട്ടി. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതെല്ലാം ഇങ്ങനെ ഭയങ്കര കാശുണ്ടാക്കുന്ന സ്ഥാപനങ്ങളല്ല. 2012 ഞാൻ ഉൾപ്പെടുന്ന സംഘടന ഇന്ത്യൻ നേഴ്സ് അസോസിയേഷൻ പത്തനംതിട്ട ജില്ലയിൽ സമരം ചെയ്ത ഒരു ആശുപത്രിയിൽ ഞങ്ങളുടെ സമരം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം അവിടുത്തെ റൂം റെന്റ് 3 ഇരട്ടിയായിട്ട് കൂട്ടി. ഇപ്പോഴും നിലവിൽ അത് കൂട്ടി വെച്ചാൽ നേഴ്സുമാർക്ക് ശമ്പളം കൂട്ടി എന്ന് പറഞ്ഞിട്ട് JCA അക്രഡിറ്റഡ് ഹോസ്പിറ്റൽസ് പറഞ്ഞ വിരലിലെണ്ണാവുന്ന ഹോസ്പിറ്റൽസ് ആയിരിക്കും ഒരുപക്ഷെ കേരളത്തിലുണ്ടാവുക. അങ്ങനെയുള്ള ആശുപത്രിയിൽ പോകുന്ന ആൾക്കാരുടെ നേച്ചറും വ്യത്യാസമുണ്ട്. ഇപ്പോഴും നമ്മൾ സാറ് നേരത്തെ പറഞ്ഞ വേറെ വലിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കേരളത്തിൽ ജീവിക്കുവാനായിട്ട് ആവശ്യമായിട്ടുള്ള സാലറി സർക്കാർ നിശ്ചയിക്കുമ്പോഴും മിനിമം വേജസ് റിവിഷൻ കമ്മിറ്റി നിശ്ചയിക്കുമ്പോഴും ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും സാലറിയെ കുറിച്ച് ചിന്തിക്കുന്നത്. ഓഫ് കോഴ്സ് നമുക്ക് ഈ പറയുന്ന മിനിമം വേജസിൻ്റെ കീഴിൽ വരുവാണെങ്കിൽ നമുക്കറിയാം മിനിമം വേജസ് എന്ന് പറയുമ്പോൾ 15,000 രൂപയാണ് ഇപ്പോൾ EPF-ന്റെ ഫൈനൽ ഇത് വരുന്നത്. 21,000 രൂപയാണ് ESIയുടെ ഏറ്റവും മാക്സിമം ലിമിറ്റ്. 21,000 കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ESIയിൽ നിന്ന് പുറത്താവും. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ആസ്കിങ് ഫോർ മിനിമം വേജസ് ഓർ ഫെയർ വേജസ്, അങ്ങനത്തെ ഒരു പ്രശ്നത്തിലേക്ക് പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോഴുള്ള സോഷ്യൽ സെക്യൂരിറ്റീസ് സെൻട്രൽ ഗവൺമെന്റ് തന്നെ നൽകിയിട്ടുള്ളത് 21,000 രൂപയാണ് ESIയുടെ ലിമിറ്റ് വെച്ചിരിക്കുന്നത്. ഹൈലി പ്രൊഫഷണലായ ഒരു നേഴ്സിന് 15,000 രൂപ കൊടുത്താൽ മതിയോ ഫാദറെ? 20 വർഷം മുമ്പത്തെ ജോലിയല്ല ഇന്നൊരു നേഴ്സ് ഒരു ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്. കാർഡിയാ തൊറാസിക് സർജറി കഴിഞ്ഞിട്ടും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടും ഒരു രോഗിയെ കണ്ണി ചിമ്മാതെ നോക്കിയാൽ മാത്രമേ ആ രോഗി രക്ഷപ്പെടുകയുള്ളൂ. ഈ ഡോക്ടർമാർ സമരം ചെയ്തു കഴിഞ്ഞാൽ എത്രയും വേഗം ആ സമരത്തിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ അധികാരികൾ തയ്യാറാകുകയാണ്. അതോടൊപ്പം തന്നെ ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള നഴ്സുമാരുടെ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഈ സർക്കാരിന്റെ നടപടികൾ അത് ഒരിക്കലും ശരിയായിട്ടുള്ളതല്ല. ഈ അധികാരികളുടെ ഭാഗത്ത് നിന്ന് വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം ഇതിനു വേണ്ടിയിട്ട്. കേരളത്തിൽ ഇപ്പോൾ ആശുപത്രി മേഖലയിൽ മിനിമം വേതനം 94 വന്ന ആദ്യം അദ്ദേഹത്തിന് അറിയാം. ആ 94 ആദ്യം കൊണ്ടുവന്നപ്പോൾ ഈ മാനേജ്മെൻറ്റുകളിലെ ചില ആളുകൾ കോടതി കൊണ്ട് കേസ് കൊടുത്തു. ആദ്യം ഈ പറഞ്ഞ IRCയും അതുപോലെ തന്നെ മിനിമം വേജ് റിവിഷൻ കമ്മിറ്റി എല്ലാം കൂടി എടുത്ത തീരുമാനം ആദ്യം കൊണ്ടുവന്ന് കോടതി സ്റ്റേ ചെയ്യുന്നു. 2000 വരെ ഇത് കേരളത്തിലെ ഒറ്റ ആശുപത്രിയും കൊടുത്തിട്ടില്ല. അതുവരെ എല്ലാം ഈ നേഴ്സുമാർ വളരെ മിണ്ടാതെയും വളരെ ആത്മസംയമനത്തോടു കൂടിയും ജോലി ചെയ്തു. 2000-ന് ശേഷം ഇതൊന്ന് കോടതിയിൽ കേസ് യഥാർത്ഥത്തിൽ സ്റ്റേ എന്നാണ് ഇവർ പറഞ്ഞത്. ഒരു സ്റ്റേയും ഇല്ലായിരുന്നു കോടതിയിൽ, ഹൈക്കോടതിയിൽ കൊടുത്തു തുടങ്ങിയിട്ടില്ല. അന്ന് 5000-ൽ ബേസിക് പേ പറഞ്ഞു. ഇപ്പോൾ 2013 പറഞ്ഞല്ലോ കേരളത്തിൽ എത്ര ആശുപത്രികളാണ് ഈ മിനിമം വേജ് നടപ്പിലാക്കിയിട്ടുള്ളത്? വളരെ തുച്ഛമായ ആശുപത്രി മാത്രമായി 2013 മിനിമം വേജ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഡോക്ടർ അങ്ങനെ തീരുമാനം ഉണ്ടായിരുന്നു 2013 അങ്ങനെ കേരളത്തിൽ മിനിമം വേജസ് നടപ്പിലാക്കണമെന്ന് വിധി ഉണ്ടായിരുന്നു. അല്ല, ആ വിധി എന്താ മാനേജ്മെന്റുകൾ നടപ്പിലാക്കാതെ പോയത്? നടപ്പിലാക്കുന്നുണ്ട് പറയുന്ന. പിന്നെ വളരെ ചുരുക്കം ആശുപത്രികൾ ശരിയാണ് അവരുടെ സാമ്പത്തിക ബാധ്യത കൊണ്ട് ചിലയിടത്തൊക്കെ വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. ഞാനൊരു സൈക്കോളജിസ്റ്റാണ്. സൈക്കോളജിക്കലായിട്ട് 2 തരമുണ്ട്. മനസാക്ഷി പ്രകാരം 2 തലമുണ്ട്. ഒന്ന്, നഴ്സുമാർ സമരം ചെയ്തു. സമരം ചെയ്യുക എന്ന് പറയുന്ന ജനാധിപത്യത്തിൻ്റെ ഏറ്റവും അവസാന ഘടകമാണ്. സത്യത്തിൽ ഭൂമിയിൽ 2 നോബൽ പ്രൊഫഷൻസാണ് ഉള്ളത്, വൈദ്യവും വാദ്യാരും. വൈദ്യൻ എന്ന് പറയുന്നത് ദൈവം തന്ന ജീവനെ പരിരക്ഷിക്കാനായിട്ട് സഹായിക്കുന്നു. വാദ്യാർ ജ്ഞാനത്തെ തരുന്നു. ഇതിനകത്ത് പ്രതിഫലേച്ഛയില്ലാതെ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു വകുപ്പ്. ഇപ്പോൾ അവർ സമരം ചെയ്യുന്നത് എപ്പോഴും നമുക്ക് വിജയം ലഭിക്കണമെന്ന് തോന്നുന്നതുള്ളത് കൊണ്ടാണ് ഈ പനി ഇങ്ങനെ കിടക്കുമ്പോൾ സമരം ചെയ്തത്. ആ ചെയ്ത സമയം തെറ്റായിപ്പോയി എന്ന് ഞാനിപ്പോഴും പറയും. ഒന്ന്. രണ്ടാമത്, നഴ്സുമാർ മനുഷ്യരാണ്.
അവർ മനുഷ്യരാണ്, അവർക്കൊരു കുടുംബമുണ്ട്. ഞാൻ ഇന്നലെ ഒരു സർവേ നടത്തി കൊട്ടാരക്കരയുള്ള ഞാൻ വർക്ക് ചെയ്യുന്ന ആശുപത്രി ഉൾപ്പെടെ. അപ്പോൾ അവിടെ നമുക്ക് 5,000 രൂപ 10,000 രൂപ വരെ ശമ്പളം കൊടുത്ത് വാങ്ങിക്കുന്ന നഴ്സുമാരുണ്ട്. അവരൊരു കുടുംബമുണ്ട്. 20,000 രൂപയ്ക്ക് ഒരു കുടുംബം നടത്താൻ പറ്റുമെന്ന് എനിക്ക് ഇപ്പോഴും സംശയമാണ്. അവർ 20,000 രൂപ ചോദിക്കുന്നു. അതിനകത്തൊരു സ്ഥലമുണ്ട്. കുടുംബം നടത്താനായിട്ട് ഈ തുക പോരാ. അവരുടെ വേറൊരു തലം. അവർ ചെയ്തത് ഈ സമയത്ത് പണി മുടക്കിയത് അവരുടെ മനസാക്ഷിയില്ലായ്മ. കാരണം അത് തെറ്റാണ്. രണ്ടും തെറ്റായ ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അല്ല, ഇവിടെ ചർച്ച നടക്കണോണ്ടാ ചോദിക്കും. ഞങ്ങൾ നഴ്സുമാരെല്ലാം കൂടി ഇട്ട് വെച്ച് സമരത്തിലേക്ക് ഇറങ്ങി എന്നുള്ള രീതിയിലാണ് ചർച്ച. ഇവിടെ ഞങ്ങൾ പണിമുടക്കിയിട്ടില്ല, പണിമുടക്കാൻ പോകുന്നു. ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ട് പണിമുടക്കാൻ പോകുന്നു. ഈ നിമിഷം വരെ ഞങ്ങൾ പണിമുടക്കിയിട്ടില്ല. ഞങ്ങൾ പണിമുടക്കാതെ ജോലി ചെയ്തുകൊണ്ട് ജോലി ഇല്ലാത്തവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ ചെയ്യുന്നു. ജോലി ഇല്ലാത്തവർ എറണാകുളത്ത് സമരം ചെയ്യുന്നു, മലപ്പുറത്ത് സമരം ചെയ്യുന്നു, പാലക്കാട് സമരം ചെയ്യുന്നു, കോഴിക്കോട് സമരം ചെയ്യുന്നു. ഇവിടെ ആരോ പറയുന്നു എല്ലാവരും ഇട്ടെറിഞ്ഞു പോയി. എവിടെ ഞങ്ങൾ ഇട്ടെറിഞ്ഞു പോയിട്ടുള്ളത്? സർക്കാരിനോട് ഞങ്ങൾ ഇപ്പോഴും എന്താ പറഞ്ഞത്? ഞങ്ങൾ കാത്തിരിക്കാം, പക്ഷെ എത്ര ദിവസം കാത്തിരിക്കണം? അവിടെയാണ് ഞങ്ങൾക്ക് മറുപടി കിട്ടേണ്ടത്. അല്ലാതെ ഞങ്ങൾ സമരം ചെയ്യരുത് എന്നുള്ളൊരു നിലപാടല്ല ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾക്ക് ആനുകൂല്യം ഇന്നവരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ 2009 മിനിമം വേജ് 2011 കിട്ടാൻ വേണ്ടി സമരം ചെയ്തവരാ ഞങ്ങൾ. കണ്ണൂര് ഇന്ന് ശക്തമായ സമരം ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിരാഹാര സമരം 2ാമത്തെ ദിവസമാണ് ഇന്ന്. വളരെ ശക്തമായ സമരമുറകൾ ഇനി മുമ്പോട്ട് പോകും. ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ശക്തമായി തന്നെ കേരളത്തെ സമീപിക്കുന്ന രീതിയിലേക്ക് പോകും. ഇനിയെങ്കിലും ചർച്ചയ്ക്ക് വന്നുകൊണ്ട് ഇത് പരിഹരിക്കാൻ തയ്യാറായില്ലെങ്കിൽ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നഴ്സിംഗ് സമരത്തെ മാനേജ്മെന്റ് കണ്ടുവരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിവിടെ 15-16 വർഷമായിട്ട് ഞാൻ ഒരു സ്വകാര്യ ആശുപത്രിയിൽ തൃശ്ശൂർ ജില്ലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ മിനിമം സാലറി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മാസത്തെ ശമ്പളം എന്ന് പറഞ്ഞാൽ 13,000 രൂപയാണ്. ഇതുകൊണ്ട് ഒരു കുടുംബം, എൻ്റെ വീട് എങ്ങനെ കഴിയണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഒരു ഗവൺമെൻറ് തലത്തിലായാലും ബാക്കിയുള്ള സംഭവങ്ങളായാലും ഒരു ചർച്ചയും വരുന്നില്ല. ഇങ്ങനെയുള്ള എത്ര രൂപ ശമ്പളം കിട്ടിയാൽ വീട് നടത്തിക്കൊണ്ടു പോകാൻ പറ്റും? ഇന്നത്തെ സാഹചര്യത്തിൽ മിനിമം ഒരു 20,000 രൂപയെങ്കിലും ഇല്ലാതെ ഒരു കുടുംബം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഫാദറെ, ഈ 20,000 രൂപ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു വലിയ എമൗണ്ട് അല്ല, ഇദ്ദേഹം പറഞ്ഞതുപോലെ. അപ്പം ഇത് കൊടുക്കാൻ ഇപ്പം നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ICUയിൽ വാങ്ങിച്ചു വെക്കുന്ന യന്ത്രം, ഇതിൻ്റെയൊക്കെ വില എന്തായാലും അന്താരാഷ്ട്ര കമ്പനിയിൽ കുറയ്ക്കാൻ പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ ചുവട്ടിലിരിക്കുന്ന നഴ്സിന് വില കുറയ്ക്കണം എന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യമില്ലല്ലോ. ആലോചിച്ച് നോക്കിയാൽ നമ്മൾക്ക് ഓരോ വർഷവും അതാത് വർഷങ്ങളിൽ അതിനു വേണ്ടിയിട്ടാണ് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾക്കിപ്പോൾ ഇതിനകത്ത് ഇവിടെ ഒരു കുഴപ്പം കൂടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് എന്താണ്, നമ്മളുടെ മാനേജ്മെന്റ് റെപ്രസെന്റേറ്റീവ്സ് അതല്ല എങ്കിൽ നഴ്സസ്, ഇവിടെ അങ്ങനത്തെ ഒരു സമരവും അങ്ങനത്തെ ഒരു സംവിധാനവും അല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്കിപ്പോൾ നേരിടുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും സാലറി റിവൈസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. റിവൈസ് ചെയ്യേണ്ടെന്ന് ആരും പറയുന്നില്ല. അല്ല, ഞാൻ ഫാദറിന്റെ അഭിപ്രായത്തിൽ ഒരു കുറച്ച് ദിവസം കൂടെ കാത്തിരുന്നാൽ ഇതിനെന്തെങ്കിലും ഗുണപരമായ വ്യത്യാസം ഉണ്ടാകുമായിരുന്നു. സ്വാഭാവികമായിട്ടുണ്ടാവും. അതിനകത്ത് സുപ്രീം കോടതിയുടെ 20,000 രൂപ മിനിമം ശമ്പളം കൊടുക്കുന്നത് പ്രഖ്യാപിക്കട്ടെ. ഞങ്ങൾ സമരം പിൻവലിക്കാം. 20,000 രൂപ ഏറ്റവും കുറഞ്ഞത് ഏറ്റവും താഴെത്തട്ടുള്ള നഴ്സിന് ലഭിക്കുമെന്ന് ഒരു ഉറപ്പ് ഇപ്പൊ ലഭിച്ചാൽ ഞങ്ങൾ ഇന്ന് സമരം പിൻവലിക്കാം, ഇവിടെ വെച്ച് പിൻവലിക്കാം. അത് കൊടുക്കാൻ തയ്യാറാവില്ല. ഞങ്ങൾ പനി കാരണം ഞങ്ങൾ മാറ്റിവെക്കണം. ഈ ആശുപത്രി മേഖല നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് പനിയാണ്, നാളെ വേറെ അസുഖം വരും. പനി സീസൺ കഴിഞ്ഞ് ആശുപത്രി അടച്ചിട്ട് വിനോദനത്തിന് കൊടുക്കില്ല. അത് കഴിഞ്ഞ് വേറെ അസുഖങ്ങൾ വരും. കാലാകാലങ്ങളായിട്ട് ഈ മേഖല അസുഖങ്ങളാണ്. ഞങ്ങൾ സർക്കാരിനോട് പറയണ്ടല്ലോ, എന്താ ഞങ്ങൾ നഴ്സുമാരാണ്, ഞങ്ങൾ പരിചരിക്കാൻ തയ്യാറാണ്. സർക്കാർ പറയുകയാണെങ്കിൽ PHC തരുന്ന മെഡിക്കൽ കോളേജ് വരെ സൗജന്യ സേവനം കൊടുക്കാം. മെഡിക്കൽ വാർഡുകൾ പിടിച്ചെടുക്കണമെങ്കിൽ അവിടെയും കൊടുക്കാം. മെഡിക്കൽ വാർഡുകൾ പിടിച്ചെടുത്തുകൊണ്ട് അല്ല, അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവും. ഇപ്പോഴും നേരത്തെ പറഞ്ഞത് നമ്മൾ പണിമുടക്കിയപ്പോൾ ആർക്കും ബുദ്ധിമുട്ടുണ്ടായില്ല എന്ന് നിങ്ങളുടെ മനസ്സിലാക്കി ഫാദർ? അല്ലല്ല, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം വെച്ചാൽ ലാഭവും നഷ്ടമൊന്നുമല്ല. നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജാസ്മിന്റെ അവകാശവാദം എന്ന് പറഞ്ഞാൽ അവർ പണിമുടക്കിലേക്ക് പോയിട്ടില്ല. അവര് പ്രത്യക്ഷമായിട്ട് ചില സമര പരിപാടികളൊക്കെ അല്ലല്ല. ഇപ്പോഴും കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ജനാധിപത്യ സിസ്റ്റത്തിന് എതിരായിട്ടുള്ള ഒരു സംവിധാനം. ഇപ്പോൾ തൃശ്ശൂർ ചില സെറ്റിൽമെന്റ് വന്നിട്ടുണ്ടല്ലോ. തൃശ്ശൂർ വന്ന സെറ്റിൽമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രഷറൈസ്ഡ് ആയിട്ട് പാവപ്പെട്ട രോഗികളുടെ ആരോഗ്യത്തെ അതേന്ന് പറയട്ടെ. തൃശ്ശൂരിലെ സെറ്റിൽമെന്റ് ഫാദർ പറയുന്ന വെച്ചാല് രോഗികൾക്ക് ബില്ല് വളരെ കൂടും എന്നുള്ള രീതിയിലാണ് ഫാദർ അല്ലേ ഇത്? ഞാൻ പറഞ്ഞത് അല്ല, ഇവരെ സമ്മർദ്ദം ചെലുത്തി ഒപ്പിടിപ്പിക്കുന്നു രോഗികളുടെ. അത് തന്നെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേ തന്നെ പറയട്ടെ, ഒപ്പിട്ട് അതേ അല്ലേ? ഒരു സെക്കൻഡ് അതേ ഒന്ന് പറയട്ടെ. ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തിയിട്ടൊന്നുമില്ല. ഞങ്ങളുടെ അടുത്ത് ചർച്ചയ്ക്ക് വിളിച്ചു. അപ്പൊ ഞങ്ങൾ മാനേജ്മെന്റ്, ഇപ്പോ ഞങ്ങളുടെ MD ഡോക്ടർ അബ്ദുൽ അസീസ് ആണ്. അദ്ദേഹം സ്വാഭാവികമായിട്ട് ജീവനക്കാരായിട്ട് നല്ലൊരു നിലയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഞങ്ങൾ 200 ബെഡ് ഹോസ്പിറ്റലാണ്. എനിക്കൊരു ചെറിയൊരു ചോദ്യമുണ്ട്. ചോദിക്കട്ടെ.
ഇദ്ദേഹത്തിനോടല്ലേ? ഇദ്ദേഹത്തിന് സമ്മർദ്ദം ചെലുത്തി എന്ന് പറയുന്നല്ലോ. ഇദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന അസോസിയേഷന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന തൃശ്ശൂരത്തെ മീറ്റിങ്ങുകളിൽ IRC മെമ്പേഴ്സ് ഉണ്ട്, മിനിമം വേജസ് റിവിഷൻ കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട്, കേരളത്തിലെ 6 ഹോസ്പിറ്റൽ അസോസിയേഷൻ മെമ്പേഴ്സ് ഉണ്ട്. ഈ പറയുന്ന ഒരു റെപ്രസെന്റേഷൻ ഇല്ലാതെ അതാത് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ മാത്രമായിട്ടാണ് ഈ പറഞ്ഞ തീരുമാനം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഞാൻ മറുപടി അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാത് ഇൻഡിവിജ്വൽ ഡോക്ടർ ഉദ്ദേശിക്കുന്നത് ഈ തൃശ്ശൂരിലെ ദയ എന്ന് പറയുന്ന ഹോസ്പിറ്റലിനെ ഏത് രീതിയിൽ സമ്മർദ്ദത്തിന് വിധേയമാക്കി എന്നാണ് ഡോക്ടർ പറയുന്നത്? അല്ല, അവര് പറയുന്നത് അങ്ങനെ ആയിട്ടില്ല. പങ്കെടുത്ത ഒരാൾ ഞാനാ. സാറടക്കം ഈ സാറടക്കം എല്ലാവരും കൂടി ഞങ്ങളൊരു മേശയ്ക്ക് ചുറ്റിയിരുന്നുകൊണ്ട് വളരെ സൗഹൃദപരമായ രീതിയിൽ ഇവർ പറഞ്ഞു, നിങ്ങൾക്ക് തികച്ചും ന്യായമായ കാര്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്. നിങ്ങളുടെ ജീവിത സാഹചര്യം വളരെ മോശമാണ്, തീർച്ചയായിട്ടും തരാം, ഇനിയും നിങ്ങൾക്ക് ഞങ്ങൾ കൂട്ടിത്തരാന്ന് പറയണേ. ഞാൻ ഡോക്ടർ നിങ്ങളുടെ ഇതനുസരിച്ച്, അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ആശുപത്രിക്ക്, ഇപ്പോൾ ഒരു ഒറ്റ ആശുപത്രി ഉള്ളെന്ന് വെച്ചു, ഈ ആശുപത്രിക്ക് അവരുടെ സേവന വേതന വ്യവസ്ഥകൾ മാറ്റി കൊടുക്കണം എന്ന് തീരുമാനിച്ചാൽ നിങ്ങളുടെ സംഘടനയോട് ആലോചിക്കുന്ന നിർബന്ധമുണ്ടോ? അല്ല, നിർബന്ധമല്ല. പക്ഷേ അവിടെ എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചപ്പോ അതിൽ അവർ പറയേണ്ട ഒരു അഭിപ്രായം പറയണ്ട. അല്ല, അവർ ഉദാര മനസ്കരായി ആ വഴി നിങ്ങൾക്ക് ഒരു രാത്രി കൊണ്ട് ആ ഉദാര മനസ്കരായി അതാണ് അച്ഛൻ പറഞ്ഞത്. അത് സമ്മർദ്ദത്തിന് വിധേയമായി സമ്മർദ്ദത്തിന് വിധേയമായ ദയാ ഹോസ്പിറ്റലിനോട് ഇവർ ദയാ വായ്പ നടത്തിയിട്ടില്ലേ? ചോദിക്കും. വായ്പ നടത്തിയിട്ടുണ്ട്. അതെ, സാറ് പറഞ്ഞത് തിരുത്തുണ്ട്. കാരണം IRC കമ്മിറ്റിയിൽ തൃശ്ശൂർ സിറ്റിംഗ് വന്നപ്പോൾ ഞങ്ങളുടെ MD ഡോക്ടർ അബ്ദുൽ അസീസ് സാറെ പോയിരുന്നു. സാർ അവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, കാരണം നഴ്സുമാർക്ക് മിനിമം വേജസ് ഇത് പോരാ, അവർക്ക് ജീവിക്കാൻ പറ്റില്ല, ന്യായമായ വേതനം കൊടുക്കണം സാർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അന്ന് മീറ്റിംഗിൽ പങ്കെടുത്ത വേറെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. ഈ ഹോസ്പിറ്റലിൽ ഈ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം എന്താ പ്രധാനമായിട്ട്? ഞങ്ങളെ ഹോസ്പിറ്റലിൽ പ്രേരിപ്പിച്ച ഘടകം എന്താ വെച്ചാൽ നഴ്സസ് ഞങ്ങളായിട്ട് നല്ലൊരു മാനേജ്മെന്റ് നല്ല രീതിയിലാണ് പോകുന്നത്. അപ്പൊ അവർക്ക് ജീവിക്കാൻ ഈ ഒരു സാലറി കൊണ്ട് ജീവിക്കാൻ പറ്റില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. അത് ഞങ്ങളുടെ തിരിച്ചറിവാണ്. അല്ലെ ഫാദറെ, ഞാൻ ചോദിക്കുന്നത് ഈ ദയാ ഹോസ്പിറ്റൽ അവരുടെ ഒരു തീരുമാനം ഒരു മാതൃകയായിട്ട് എടുത്തൂടെ മാനേജ്മെന്റുകൾക്ക്? നല്ലൊരു കാര്യമാണ്. അതായത് കേരളത്തിൽ ഗവൺമെന്റ് വേണ്ട, ഞങ്ങൾ ഭരിച്ചോളാം എന്നാണ് ദേക്കാർ പറയണേ. അല്ല, ഞാൻ ചോദിക്കുന്നത്, അതായത് നിങ്ങളിപ്പോ ഒരു സംഘടനയുടെ അംഗമാണ്, ദയാ ഹോസ്പിറ്റലും മാറ്റി വേതനം വർദ്ധിപ്പിച്ച ഹോസ്പിറ്റലെല്ലാം. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഈ സംഘടന ഇത് പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ സംഘടനാപരമായി തീരുമാനിക്കുന്നതല്ലാതെ നഴ്സസിന് ഗുണം അല്ല. സംഘടനയിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് വെറുതെ അല്ലേ? ഞാൻ അപ്പൊ തന്നെ പറഞ്ഞല്ലോ, സംഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ സംഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പട്ടിണി കിടക്കാൻ 100 രൂപ വേണമെന്നൊരു ചൊല്ലുണ്ട്. അങ്ങനെയുള്ള സമയത്ത് 300-350 രൂപ ഇവർക്ക് സാലറി ആയിട്ട് ഒരു ദിവസം കിട്ടുന്നത്. അതുകൊണ്ട് അറിയാം, ഞാൻ നേഴ്സൊന്നുമല്ല, പക്ഷെ ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്ത് മാത്രം വന്നു. അതുകൊണ്ട് മാത്രം ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ വീട്ടിൽ പോയി വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് വന്നതാണ് നേഴ്സുമാർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട്. കാരണം ഞാൻ പറയുന്നു, എൻ്റെ കുടുംബത്തിൽ നഴ്സുമാരുണ്ട്. ഇവരൊരു സമരം ചെയ്ത് ഇന്ന് നഴ്സുമാർ മാത്രമേ സമരം ചെയ്തിട്ടുള്ളൂ. പക്ഷെ നാളെ ഒരു ആവശ്യം വന്നാൽ നഴ്സുമാരുടെ കുടുംബക്കാർ മുഴുവൻ സമരമായിട്ട് മുന്നോട്ടിറങ്ങും. UDF സർക്കാരിൻ്റെ സമയത്ത് ഈ ഇതേപോലെ സമരം നടന്നിരുന്നു, നേഴ്സുമാരുടെ സമരം നടന്നു. അന്നേരം LDF സർക്കാർ പറഞ്ഞു, ഞങ്ങൾ വരുമ്പോഴത്തേനും ഇതെല്ലാം ക്ലിയർ ചെയ്ത് തരാം നിങ്ങൾക്ക് എല്ലാവർക്കും. ഞാനൊരു നേഴ്സാണ്, ഞാൻ കുവൈറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു നേഴ്സാണ്. ഇപ്പോൾ നമുക്കിവിടെ കിട്ടുന്നതിലും എത്രയോ നല്ലൊരു പരിഗണനയാണ് പുറത്തുനിന്ന് നമുക്ക് കിട്ടുന്നതെന്ന് അറിയാമോ? നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അതിൻ്റേതായ വേതനം അവർ നമുക്ക് തന്നുകൊണ്ടായിരിക്കുന്നത്. ഇവിടെ നിന്ന് വെച്ച് വേറെ 200 ബെഡുള്ള ഒരു ഹോസ്പിറ്റൽ ഇത്രയധികം നേഴ്സുമാരെ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ 1000-1500 ബെഡുള്ള ഒരു ഹോസ്പിറ്റലിന് ഇങ്ങനെ ചെയ്തുകൂടാ? നേഴ്സുമാർക്ക് വെറും 20,000 രൂപയല്ലേ അവർ ചോദിക്കുന്നുള്ളൂ. അവർ അതിൽ കൂടുതൽ ഒന്നും ചോദിക്കുന്നില്ല. അന്നേരം അവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള പരിഗണന കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ സമരം ഇതിലും കൂടുതൽ മൂർധന്യാവസ്ഥയിലേക്ക് പോകുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊടിയ ചൂഷണമാണ് നേഴ്സുമാർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം, ഒന്ന് ഭക്ഷണം കഴിക്കാനോ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സൗകര്യം പോലും ഇന്ന് ഹോസ്പിറ്റലില്ല. ദയാ ഹോസ്പിറ്റലിന് ആ ഒരു കാര്യത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. എൻ്റെ വൈഫ് അവിടെ വർക്ക് ചെയ്യുന്നതാണ്. ഇന്ന് ഡേ കെയർ ഉള്ള, ഫ്രീ ആയിട്ട് ഡേ കെയർ ഉള്ള ഒരു ഹോസ്പിറ്റൽ ദയാ ഹോസ്പിറ്റലാണ്. ഫ്രീ ആയിട്ട്. അപ്പോൾ ഡോക്ടറെ, ദയാ ഹോസ്പിറ്റൽ ഇങ്ങനെ മോഡലായിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ കൊല്ലം ഇവര് പുകഴ്ത്തിയിരുന്നത് മുഴുവൻ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിനായിരുന്നു. ഇപ്പൊ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ താഴെയാണ്. നമ്മൾക്കിപ്പോഴേ നമ്മുടെ പിള്ളേർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഹെൽത്ത് കെയർ സംവിധാനം എന്ന് പറയുന്നതിനെ നമ്മൾക്ക് 2-3 ഗ്രേഡ് ആയിട്ട് തിരിക്കേണ്ടി വരും. ഇപ്പോഴും ഇവർ പറയുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ICU മാനേജ്മെൻറ്റും ഒക്കെയാണ് പിള്ളേർ പറയുന്നത്. നമുക്കതൊന്നും ഇല്ലാത്ത ചെറുകിട ആശുപത്രികളില്ലേ? എൻ്റെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു 100 ബെഡഡ് ഹോസ്പിറ്റലിനേക്കാളും കുറവുള്ള റൂറൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആശുപത്രി എന്ത് ചെയ്യും? എങ്ങനെ അവർക്ക് ഈ പറയുന്ന കാശ് കൊടുക്കാൻ പറ്റും? യുണൈറ്റഡ് നഴ്സ് അസോസിയേഷൻ എന്ന് നഴ്സുമാർക്ക് വേണ്ടി സംഘടിച്ചു തുടങ്ങിയോ, അത് മെയിൽ നഴ്സസ് ആണ് തുടങ്ങിയത്. അതിൻ്റെ ബേസിൽ അച്ഛൻ തന്നെ എന്നെടുത്ത് നോക്കിയാൽ മതി, ഞങ്ങൾ ആരും ഒരു കണക്കും പറയുന്നില്ല. എത്ര മെയിൽ നഴ്സസിനെ പിന്നീട് കേരളത്തിൽ
പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ എടുത്തു എന്നുള്ളതിൻ്റെയും കൂടെ ഒരു കണക്ക് തന്നാൽ ഞങ്ങൾക്ക് വളരെയേറെ സാറ്റിസ്ഫൈഡാണ്. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ജനവികാരം മാനിച്ച് ഇന്ന് ഈ നിമിഷം വരെ ഒരാശുപത്രികളിലും സമരം ചെയ്തിട്ടില്ല. ഞങ്ങൾ സമരം ചെയ്യും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കൃത്യമായിട്ട് ഞങ്ങൾ ഇന്നലെ മുതൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ജൂലൈ 11-ാം തീയതി സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ജീവിക്കാൻ ഒരു നിവർത്തിയില്ലാത്തത് കൊണ്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 രൂപ 1 കിലോ ആയിരിക്കും. എനിക്ക് കിട്ടുന്ന സാലറി 12,000 രൂപയാണ്. ഈ സാലറിയും വെച്ചിട്ട് ഒരു കുടുംബത്തെ, ഒരു 5 അംഗ കുടുംബത്തെ ഞാൻ എങ്ങനെ പുലർത്തണം? നമ്മുടെ കോളേജിൽ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ലിസി കോളേജ് ഓഫ് നഴ്സിംഗിൽ ഒരു മെയിൽ മാത്രമാണ് പഠിക്കാൻ വന്നിട്ടുള്ളത്. നമുക്കിപ്പോ നമ്മുടെ ഈ പറയുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ആര് കൊടുക്കും? നമ്മൾ കാടടച്ചങ്ങോട്ട് കയറി എല്ലാം അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന പിള്ളേർ പറയട്ടെ, ഞങ്ങൾക്ക് ഇവിടെ എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല എന്ന് പറയട്ടെ. നേഴ്സുമാർ പറഞ്ഞ കള്ളത്തരമാണോ അല്ലയോ എന്ന് ഇപ്പോൾ സാറിന് അറിയാൻ സാധിക്കും. ഏതെങ്കിലും HR ഡിപ്പാർട്ട്മെന്റ് സാർ ഇപ്പോൾ ഫോൺ ചെയ്ത് ചോദിച്ചോളൂ. പല വാർഡുകളിലും മെയിൻ്റനൻസസ് വർക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിട്ട് രോഗികൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മെയിൻ്റനൻസിന് കൊടുക്കാവുന്ന കുറേ ജോലികളുണ്ട്. അതിന് ആവശ്യമായ മെയിൻ്റനൻസിന് എടുക്കും. ഒരു IT സെക്ടറിലോ മറ്റു കമ്പനികളിലോ 20,000 അല്ല 50,000 കൊടുക്കാനും പ്രയാസമില്ല. കാരണം അവർക്ക് റവന്യൂ വേറെ വഴിയാണ്. പക്ഷേ ഒരു ചെറിയ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റവന്യൂ എന്ന് പറയുന്നത് രോഗികളിൽ നിന്നും വാങ്ങുന്ന പൈസ മാത്രമാണ്. ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിനും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകൾക്ക് അവരുടേതായ ഫണ്ടുണ്ട്. അത് വലിയ ഫണ്ടാണ്. 20,000-ൽ 50% നിങ്ങൾ ആവശ്യപ്പെടുന്ന 80-90% കൂട്ടിയാലും അത് ഓട്ടോമാറ്റിക്കലി പേഷ്യൻ്റെ പുറത്തേക്ക് ഇടുക. ആരും ചോദ്യം ചെയ്യില്ല. പക്ഷെ ഒരു ചെറിയ ഹോസ്പിറ്റലിൽ അങ്ങനെ കൂട്ടാൻ പറ്റില്ല. നേഴ്സുമാർക്ക് ശമ്പളം കൊടുക്കുമ്പോൾ മാത്രമേ ഈ പറയുന്ന നഷ്ടങ്ങളോ ആശുപത്രികൾക്കുള്ളൂ. വിദേശത്ത് പോയി ചെല്ലുന്നവർക്ക് 1 ലക്ഷം വരെ ശമ്പളം കൊടുക്കുന്നുണ്ട് നേഴ്സുമാർക്ക്. കമ്പയർ ടു ഫോറിൻ കൺട്രീസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ന്യായമായ ശമ്പളം 10-25,000 രൂപയെങ്കിലും ശമ്പളം കൊടുക്കാൻ ഉള്ള സാധ്യതയുണ്ട് അവർക്ക്. തന്നെയുമല്ല, എന്തുകൊണ്ട് ഇവർ വിദേശത്തേക്ക് പോകുന്നു? നമ്മുടെ ഹോസ്പിറ്റലിൽ, നമ്മുടെ നാട്ടിൽ ന്യായമായ ശമ്പളം ലഭിക്കാത്തത് കൊണ്ടാണ് കൂടുതൽ ശമ്പളം അന്വേഷിച്ച് വിദേശത്തേക്ക് പോകുന്നത്. ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത സ്ഥലങ്ങളിലേക്ക് പോലും നഴ്സുമാർ സ്വന്തം ജീവൻ പണയം വെച്ച് പോകുന്നു. ഇറാഖിലേക്ക്, സിറിയയിലേക്ക്, ലിബിയയിലേക്ക്. അവിടെ എത്രയാ ശമ്പളം? ഈ പറയുന്ന 35,000 രൂപ 40,000 രൂപ ഉള്ളൂ. സ്വന്തം കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട് അവർ പോണത്. ഇവിടെ മാന്യമായിട്ടൊരു ശമ്പളം കൊടുത്ത് അവർ ഇവിടെ നിൽക്കും. എന്നിട്ട് അവിടെ ചെന്നിട്ട് കഴിഞ്ഞ തവണ ഇറാഖിൽ നിന്ന് തിരിച്ചു വന്ന നഴ്സുമാർ ഇവിടെ ഇറങ്ങിയപ്പോൾ എന്താ പറഞ്ഞത്? അവരെല്ലാം വീണ്ടും തിരിച്ചു പോകാൻ തയ്യാറായതുകൊണ്ടാ ഇവിടെയുള്ള ആശുപത്രിക്കാർക്ക് എല്ലാം അവർക്ക് ജോലി കൊടുക്കാന്ന് പറഞ്ഞു. കുറഞ്ഞ ശമ്പളം 5,000 രൂപ 10,000 രൂപ. ഇപ്പോൾ നമ്മൾ പറയുന്നു 10,000 15,000 കിട്ടുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ആശുപത്രി നിങ്ങൾ പരിശോധിച്ചാൽ ട്രെയിനികളാണ്. എക്സ്പീരിയൻസ് ഉള്ള നഴ്സുമാരെ ട്രെയിനികളായിട്ട് എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് പോലും ഇവിടെ മാനേജ്മെന്റുകൾ ട്രെയിനികൾ എടുക്കുന്നു. എത്ര ശമ്പളം? BSc നഴ്സിംഗ് കഴിഞ്ഞാൽ 6,500 രൂപ, GN കഴിഞ്ഞാൽ 6,000 രൂപ. പിന്നെ അതിൽ നിന്ന് അവരെ കട്ടിങ്, ഈ കട്ടിങ്ങും ഷേവിങ്ങും ഒക്കെ കഴിഞ്ഞ് കൈ കിട്ടുമ്പോൾ 2,000 രൂപ ഉണ്ടാവും. ഇവിടെ ഒരു ഏറ്റവും വലിയ സ്റ്റാർ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന എന്താ? കട്ടിങ് എന്ന് പറഞ്ഞിട്ട് വാഷിംഗ് അലവൻസ്. അവരുടെ സ്വന്തം യൂണിഫോം അലക്കി കൊടുക്കും. അവര് അതിന് 3,000 രൂപ ചാർജ് ചെയ്യും. എന്തായാലും ഒരു പൊളിച്ചെഴുത്തിന് സമയമായി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഗവൺമെന്റ് കുറച്ച് സമയം വേണമെന്ന് പറയുന്നു. ഇതെന്താ നിങ്ങൾക്ക് മാനേജ്മെന്റുകൾക്ക് ചെയ്യാൻ പറ്റുക? ഇല്ല, നമുക്ക് മാനേജ്മെന്റുകൾക്ക് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റിയുടെ മെമ്പർ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ചില റിസർവേഷൻ ഉണ്ട്. ഈ സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റിയുടെ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളല്ലേ? ഈ തീരുമാനം എടുക്കാൻ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ എന്താ തീരുമാനം എടുക്കാത്ത? എത്രയോ അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടി ശമ്പളം പരിഷ്കരിക്കാനായിട്ട്. ഞങ്ങൾ പലതവണ നിങ്ങൾക്ക് വാണിംഗ് തന്നില്ല. ഞങ്ങൾ സമരത്തിലേക്കാണ്. എഡ്യൂക്കേഷൻ ലോണിന്റെ പേരിൽ ഞങ്ങൾ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ഗവൺമെന്റ് സർവീസിലേക്ക് ഒരു സ്റ്റാഫ് നഴ്സ് കടന്നു വന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ബേസിക് സാലറി എന്ന് പറയുന്നത് 27,800 പക്ഷേ അതിനോടൊപ്പം തന്നെ അവർക്ക് DA, മറ്റ് CCA അങ്ങനെയുള്ളത് എല്ലാവരും കൂടിയിട്ട് അവർക്ക് ഒരു ഇതായിട്ട് ന്യായമായ സാലറി തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത്ര സാലറി കിട്ടിയിട്ട് പോലും ആ ഒരു അവസ്ഥ കൊണ്ട്, ആ ഒരു സാലറി കൊണ്ട് അവരുടെ കുടുംബം നല്ല രൂപത്തിൽ പോറ്റാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പം നിലകൊണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ BSc നഴ്സിംഗും ഇത്രമാത്രം ലോണും ഇതെല്ലാം എടുത്ത് ജോലിക്ക് കയറുന്ന കുട്ടികൾക്ക് അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരികയും കുടുംബം പോറ്റേണ്ട ഒരു അവസ്ഥയുള്ളപ്പോൾ അവർക്ക് ഈ 6,000 രൂപ 8,000 രൂപ സാലറി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു രൂപത്തിലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞങ്ങളുടെ കേരള ഗവൺമെൻറ് നേഴ്സസ് അസോസിയേഷൻ്റെ ഒരു ഡിമാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്ന ആ സാലറി അനുവദിച്ചു കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നമ്മളുടെ ഇപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ കാര്യം പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്നു. നമ്മൾക്ക് കൃത്യവും വ്യക്തമായിട്ട് അറിയാം, നമ്മളുടെ ഹോസ്പിറ്റലിലെ പേഷ്യൻ്റ് നേഴ്സ് റേഷ്യോ എടുത്തു വെച്ച് കഴിഞ്ഞാലും ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ചാൽ എല്ലാം തുല്യമാണോ? എല്ലാം തുല്യമല്ല. നമുക്ക് സർക്കാർ അതാത് കാലത്തെ സർക്കാരുകൾ
നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെൻട്രൽ ഗവൺമെൻറ് പറയുന്ന ഒരു 1000 രൂപ ഡെയിലി ആക്കി കഴിഞ്ഞാൽ അതൊരു വിഷൻ ഓഫ് ദ ഗവൺമെൻറ് ആണ്. സ്വാഭാവികമായിട്ട് അങ്ങനെ വേണം. എൻ്റെ ഒരു സംശയം തരും ഫാദറെ, അതായത് ആശുപത്രിയിലെ നഴ്സസിന്റെ വേതനം ഇപ്പോൾ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അടിസ്ഥാനപ്പെടുത്തിയാണോ? തീർച്ചയായിട്ടും. അതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിനൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സ്വാഭാവികമായിട്ടും നഴ്സിംഗ് സ്റ്റാഫിന് പ്രത്യേകമായിട്ടുള്ള അലവൻസ് വേറെയുണ്ട്, മറ്റുള്ള സ്റ്റാഫ് കൂടാതെ. മറ്റുള്ള നമുക്കിപ്പോൾ നമ്മുടെ മിനിമം വേജസിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു ബേസിക് പേ ഉണ്ട്, DA ഉണ്ട്, അത് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ പേ ഉണ്ട്, അത് കാറ്റഗറൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ഉണ്ട്. അതായത് നമ്പർ ഓഫ് ബെഡ്സ് അനുസരിച്ചിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയുന്നു അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും നേരത്തെ പറഞ്ഞിട്ടുള്ള കണക്ക് പ്രകാരം ഒരു പരിധി വരെയും നമുക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ഉള്ള 1000 ബെഡോടുള്ള വലിയ ആശുപത്രികളിലെ കണക്കെടുത്ത് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത് വരുന്നുണ്ട്. വേറൊരു ചെറിയ കാര്യം കൂടി, നമ്മളുടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ഈ എക്സ്പെൻസ് മാത്രമല്ലല്ലോ ചിലവാക്കുന്നത്. അതായത് ഇവരുടെ കയ്യിൽ കിട്ടുന്ന ശമ്പളം മാത്രമല്ല കൊടുക്കുന്നത്, PF വേറെ കൊടുക്കണം, ESI വേറെ കൊടുക്കണം. നമ്മൾക്ക് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന 12 മാസത്തെ ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും വേറെ അലവൻസ് കൊടുക്കേണ്ടത് എല്ലാം നമ്മൾ കൊടുക്കണ്ടേ? സ്വാഭാവികമായിട്ട് ഇത് വരുന്ന ഈ പാവപ്പെട്ട പേഷ്യൻസ് തലേന്ന് തന്നെയായിരിക്കും. എൻ്റെ വീടിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അവസ്ഥ ഞാൻ പറയാം. പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിയെ ട്രെയിനി ആയിട്ടാണ് എടുക്കുന്നത്. BSc നഴ്സിംഗ് 4 വർഷം കോഴ്സ് പഠിച്ച്, അതായത് ഒരു വർഷം 75,000 രൂപയാണ് അവിടുത്തെ ഫീസ്. ഹോസ്റ്റൽ ഫീസ് പറഞ്ഞു കഴിഞ്ഞാൽ 30,000-നും 35,000-നും ഇടയ്ക്കാണ്. പിന്നെ ഈ 70,000 ഫീസ് ഒരാഴ്ച അടയ്ക്കാണ്ടെന്ന് അതിന് 10,000, 5,000, 6,000 അതിങ്ങനെ ഫൈൻ വരും. ഇതെല്ലാം കഴിഞ്ഞ് 4 വർഷം പഠിച്ചിറങ്ങുമ്പോൾ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ ജോലി വേണമെങ്കിൽ 1 വർഷം ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യാം, 6,500 ശമ്പളം. BSc നഴ്സിന്. GNM ആണെങ്കിൽ 6,000 രൂപ. ജാസ്മിൻ ഷാ പറഞ്ഞത് കറക്റ്റാണ്. 1 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ, 1 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരോട് പറയാണ് നിങ്ങൾ തുടർന്ന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺട്രാക്ട് എഴുതണം. 1 വർഷത്തെ കോൺട്രാക്ട് കഴിഞ്ഞ് അതിനിടയ്ക്ക് അവർ സാലറി കൂട്ടി ചോദിച്ചു കഴിഞ്ഞാൽ നീ വേണമെങ്കിൽ പൊക്കോ എന്നാണ് പറയുന്നത്. ഇത് ഇവിടെ എറണാകുളം ജില്ലയിൽ അല്ലെങ്കിൽ കേരളത്തിൽ പല ഹോസ്പിറ്റലുകളും നടക്കുന്ന അവസ്ഥയാണ്. സമരം വേണ്ട, സാലറി കൂട്ടി ചോദിച്ചാൽ ആ സ്റ്റാഫിനോട് പറഞ്ഞത് പൊക്കോ എന്നാണ്. പക്ഷെ അതേ നേഴ്സ് തന്നെ ലീവ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളില്ലാണ്ട് ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞത്. സാലറി കൂട്ടി ചോദിച്ചാൽ നിങ്ങൾ ഇവിടെ ഇല്ലെങ്കിലും വേറെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞത്. ഇതെന്ത് നീതിയാണെന്ന് മാത്രം അറിയുന്നില്ല. എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ഒരു ആശുപത്രി, അവിടെ ജോലി ചെയ്തിരുന്ന ഒരു പഠിച്ചിറങ്ങി ജോലി ചെയ്യുന്ന ആ കുട്ടിയെ ട്രെയിനിയായിട്ട് സ്റ്റാഫ് നേഴ്സായിട്ട് പോസ്റ്റ് ചെയ്തു. 2 വർഷം കഴിഞ്ഞ ശേഷം ഈ കുട്ടി ഇവിടുന്ന് പിന്നെ ഗൾഫിലേക്ക് ഒരു സെലക്ഷൻ കിട്ടി. അപ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ട്രെയിനി എന്ന് കൊടുത്ത കാരണം 2 വർഷത്തിൽ കൂട്ടാൻ സാധിച്ചില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ ആ മാനേജർ അടുത്ത് ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇതേ തരാൻ പറ്റൂ ട്രെയിനിയായിട്ട്. രജിസ്ട്രേഷൻ കഴിഞ്ഞ ഒരു നേഴ്സിനെ ട്രെയിനിയായിട്ട് മാത്രമല്ല ഒബ്സർവേഴ്സായിട്ട്, ഫിസിഷ്യൻ അസിസ്റ്റൻ്റായിട്ട് തിരുവനന്തപുരത്ത് പല ആശുപത്രി നടത്തുന്നുണ്ട്. എന്താ തോന്നിയ ദിവസം കാണിക്കുന്നത് ഇവരൊക്കെ കാണിക്കുന്നത്? ശമ്പളം കൊടുക്കാതിരിക്കാൻ എന്തെല്ലാം വൃത്തികെട്ട വേലകൾ കാണിക്കാൻ പറ്റുമോ അതെല്ലാം ഇവർ കാണിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ലേബർ നിയമങ്ങളും ലേബർ ഓഫീസിലെ ജോലിക്കാരും ഇല്ലേ, അവർക്കിത് വെരിഫൈ ചെയ്യാൻ പാടില്ലേ? എന്തുകൊണ്ടാണ് കൊടുത്തുകൂടാത്തത്? ഞാൻ പറഞ്ഞത് ശമ്പളം കൊടുക്കാനായിട്ട് തയ്യാറാവാത്ത മാനേജ്മെന്റ് സർക്കാർ ബാങ്കിലൂടെ അല്ലാതെ തൊഴിലാളികൾക്ക് ശമ്പളം പാടില്ല, കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ബാങ്കിലൂടെ പോലും ആക്കാനായിട്ട് ഇവർ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ശമ്പള പരിഷ്കരണം അട്ടിമറിച്ചു. ഇന്ത്യൻ കറൻസിയായിട്ടോ നാണയമായിട്ടോ കൊടുക്കണം എന്നാണ് ലേബർ ലോയിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കും സംശയം ഉണ്ടെങ്കിൽ ലേബർ ലോ ഒന്നും നിങ്ങൾ അനുസരിക്കണില്ലല്ലോ. കാലങ്ങൾ കുറെ ആയില്ലേ. 2002 കൊടുക്കുന്ന ആശുപത്രിയുണ്ട്. ഞങ്ങളോട് ലേബർ ഡിപ്പാർട്ട്മെന്റ് വളരെ വ്യക്തമായിട്ട് ഞങ്ങളുടെ സംഘടന യുണൈറ്റഡ് നേഴ്സ് അസോസിയേഷൻ പല പ്രാവശ്യമായിട്ട് ഈ ശമ്പള പരിഷ്കരണത്തിൽ തട്ടിപ്പ് നടത്തേണ്ടെന്ന് അറിയിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞതാണ് വ്യക്തമായ നിർദ്ദേശമുണ്ട്. പ്രൈവറ്റ് മാനേജ്മെന്റുകൾ അവിടുത്തെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുമ്പോൾ ബാങ്കിലൂടെ അല്ലാതെ കൊടുക്കാൻ പാടില്ല എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞതാണ്. ഞങ്ങൾ പറഞ്ഞതല്ല. ഈ കേരളത്തിലെ 80% ഡോക്ടർമാരും നേഴ്സുമാരെ സഹായിക്കുന്നവരാ, അവർക്ക് ഈ ശമ്പളം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാ. ഇല്ലെന്ന് ഡോക്ടർക്ക് പറയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ഞങ്ങൾ ശമ്പളം കൊടുക്കണം, ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സുപ്രീം കോടതി നിർദ്ദേശിച്ച 20,000 രൂപ കൊടുക്കണമെന്ന് വ്യക്തപരമായി ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ രേഖാമൂലം 2013 ഈ പറഞ്ഞ മാതിരി സമവായ ചർച്ചയിലൂടെ ഒരു ശമ്പളം വന്നപ്പോൾ നിങ്ങളുടെ പ്രതിനിധി ഉണ്ടായില്ലേ, ഒപ്പിട്ടിട്ട് നിങ്ങൾ പിറ്റേ ദിവസം ഒപ്പിടാതെ ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം ആരും അറിയാണ്ട് സ്റ്റേക്ക് പോയ ടീമാണ് നിങ്ങൾ. നമ്മൾ ഒച്ചയെടുത്ത് എത്ര പറഞ്ഞു കഴിഞ്ഞാലും അനീതിയായിട്ടോ നിയമത്തിനെതിരായിട്ടോ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നമ്മളുടെ ഗവൺമെന്റ് സംവിധാനങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുകയും അതിനെതിരായിട്ട് കോടതി പോകണം. നമ്മുടെ പ്രശ്നം ഇവര് സമരത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു ജൂലൈ 11 അല്ലേ, ഇവർ ആഹ്വാനം ചെയ്യുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പൊ തീർച്ചയായും ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകരുത്. നമ്മൾ എന്താണ് അത് പരിഹരിക്കാൻ ഇപ്പൊ ഇവരെ ആവശ്യപ്പെടുന്നത് ആ മിനിമം വേജസ് അതെങ്ങനെയെങ്കിലും നടപ്പാക്കി കൊടുക്കുന്നതിന് വേണ്ട ചർച്ചകൾ നടത്തിക്കൊണ്ട് ഗവൺമെന്റ് അത് എത്രയും വേഗം നടപ്പാക്കി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. 25 വർഷം എക്സ്പീരിയൻസ് ഉള്ള നേഴ്സിംഗ് സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്ത് മാനേജ്മെന്റിന്റെ കീഴിൽ വർക്ക് ചെയ്ത് ലാസ്റ്റിൽ 20,000 രൂപയ്ക്ക് മാത്രം സാലറിയിൽ വർക്ക് ചെയ്ത് വന്ന ഒരു നേഴ്സാണ്. അവിടുന്ന് ലാസ്റ്റിൽ അവർ ചില സമയങ്ങളിൽ 2.5 മാസം
തുടങ്ങിയപ്പോൾ 2.5 മാസം എനിക്ക് സാലറി പോലും തന്നില്ല. എന്നിട്ടും ഞാൻ വർക്ക് ചെയ്തു. 24 മണിക്കൂർ പോലെ ഒരു ഹോസ്പിറ്റല് തുടങ്ങുന്ന സന്ദർഭത്തിൽ മണ്ണും കല്ലും ആയിട്ട് കിടന്ന സന്ദർഭത്തിൽ രാത്രിയിലും പകലും അതിൻ്റെ ഉദ്ഘാടനത്തിന് മുമ്പായിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്തതാണ്. എൻ്റെ സ്റ്റാഫിനെയും കൂടെ ഇരുത്തി അവിടെയുള്ള എല്ലാ കാര്യങ്ങളും കേരളത്തിൽ തന്നെ ചെയ്തു തീർത്തതാണ്. ഒടുവിൽ ഞാൻ അവിടുന്ന് എനിക്ക് ഇറങ്ങിപ്പോരേണ്ടി വന്നു. കാരണം തുച്ഛമായ ഈ സാലറിയിൽ എൻ്റെ വീട്ടിലുള്ള അംഗങ്ങൾക്ക് 5 പേർക്ക് ഞാൻ ഒരാളാണ് ചെലവിന് കൊടുക്കേണ്ടത്. ആ ആൾ എനിക്ക് കിട്ടാൻ മേലാത്ത ഒരവസ്ഥയിൽ ലാസ്റ്റിലെ ശമ്പളം പോലും വലിച്ചെറിഞ്ഞിട്ട് ഞാൻ പോരുകയാണ് ചെയ്തത്. 20,000 രൂപ എന്ന് പറയുമ്പോൾ പോലും എത്ര രൂപ ഒരു ദിവസം വരുന്നുണ്ട്? 650 രൂപ. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഒരു തൊഴിലാളി നിർത്തി ജോലി ചെയ്യണം, ഞങ്ങൾ എത്ര രൂപ ദിവസ വേതനം കൊടുക്കണം? അതാണ് പ്രധാനപ്പെട്ട വിഷയം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഞങ്ങൾ ആരുടെ പിടിച്ചു പറിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഞങ്ങളുടെ അവകാശം, ഞങ്ങൾ ചെയ്യുന്ന ജോലിക്ക് തുല്യ വേതനം ഞങ്ങൾ ചോദിക്കുന്നത്. തത്വത്തില് ആരും നിഷേധിക്കില്ല, പക്ഷേ പ്രായോഗികമായിട്ട് കൊടുക്കാൻ കഴിവുണ്ടെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോ ഞങ്ങളെ കൂടുതൽ രോഗികളിൽ നിന്ന് പിഴിയണം എന്നാണോ ഇവർ പറയുന്നത്? ഇവിടെ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരുണ്ട്. ഈ പ്രശ്നം ഇപ്പൊ ഞങ്ങൾ സർക്കാരിന് വിട്ടിരിക്കുകയാണ്. സാറേ, സർക്കാർ പറഞ്ഞാൽ, ശമ്പളം പറഞ്ഞാൽ അത് സ്റ്റേക്ക് പോകാതെ ഞങ്ങൾക്ക് തരാനുള്ള ആർജവം ഈ KPHA പോലെയുള്ള സംഘടനകൾ കാണിക്കുമോ എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നിയമത്തെ പറ്റി അറിഞ്ഞൂടായിട്ടാ. മിനിമം വേജസ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടത്തെ എല്ലാ ആശുപത്രികളും അപ്പോ ഇവരെന്തിനാ ഇത്രയും 1.5 വർഷമായിട്ട് എന്നാ പിന്നെ ഈ കമ്മിറ്റിയിലൊക്കെ വന്നിരുന്ന് കമ്മിറ്റിയുടെ പ്രോസസ്സിംഗ് ആയിട്ട് മുന്നോട്ട് പോയത്? സർക്കാർ പ്രഖ്യാപിച്ചെടുത്ത് 5-6 മാസം എടുക്കും. 5-6 മാസം ഇനി എടുക്കും. അതുവരെ ഈ പറയുന്ന നഴ്സിംഗ് സമൂഹം പട്ടിണിയുടെ എന്താ പറയാ ഉള്ളിലേക്ക് പോണോ? ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ ഒരു തീരുമാനം എന്നാന്ന് ചോദിച്ചാൽ നോക്കിയിരിപ്പോന്നില്ല. ഞങ്ങൾ നേഴ്സസ് ഒന്ന് തന്നെ, അതിനകത്ത് യാതൊരു വ്യത്യാസമൊന്നും വേണ്ട, ഒരു വ്യത്യാസവും വേണ്ട. നിങ്ങളെ പിരിക്കാൻ പറ്റത്തില്ല, ഒരിക്കലും ഞങ്ങളെ പിരിക്കാൻ. ഞങ്ങൾ ശക്തമായിട്ട് തന്നെ നേരിടും. ഞങ്ങളിപ്പം കൊടുത്ത് ഞങ്ങള് ഇവിടെ സമരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ശക്തമായ നോട്ടീസ് കൊടുത്ത് തന്നെ ഞങ്ങൾ സമരങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ സർക്കാരിന് കുറച്ച് സമയം വേണം, അവർക്ക് പഠിക്കണം. നമ്മുടെ കേരള സംസ്ഥാനത്തെ ആരോഗ്യ സംരക്ഷണ പദ്ധതിയിൽ സർക്കാർ പലപ്പോഴും ആശ്രയിക്കുന്നതും കൂടുതൽ പ്രൈവറ്റ് ഹോസ്പിറ്റലും, അത് നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അതേ നേച്ചറിൽ സർക്കാരിൻ്റെ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഇഷ്ടം പോലെയുള്ള സംസ്ഥാനമാണത്. അതെല്ലാം കണ്ട് പഠിച്ചിട്ട് സർക്കാർ പറയുന്ന കാര്യങ്ങളിലേക്ക് പോകണം. സർക്കാർ പറയുമ്പോഴും ഫൈനലി നമ്മളെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ട പേഷ്യൻറ്റിൻ്റെ കയ്യിലേക്ക് തന്നെ എല്ലാവരും ഹാൻഡ് ഓവർ ചെയ്യുന്നൊരു അവസ്ഥയുണ്ട് ഇവിടെ. അതുകൊണ്ട് മാത്രമാണോ നിങ്ങൾ ശമ്പളം കൂട്ടി കൊടുക്കുന്നത്? കാരണം എന്താ വെച്ചാൽ സാറേ, ഇപ്പോഴും നമുക്കുള്ള ഏറ്റവും കുറഞ്ഞത്, അതായത് വളരെ തുച്ഛമായിട്ടുള്ള ബില്ല് വരുമ്പോൾ തന്നെ ഞങ്ങളുടെ മുൻപിൽ വരുന്ന രോഗികൾ പറയുന്നത് ഞങ്ങൾക്ക് ഈ എമൗണ്ട് പേ ചെയ്യാനായിട്ടുള്ള സാമ്പത്തിക അവസ്ഥയില്ലെന്നുള്ളതാണ്. നമ്മൾക്ക് എത്രയോ റെക്കമെൻഡേഷൻസ് ഓരോ സ്ഥലത്തു നിന്ന് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രോഗിയുടെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വരുന്നില്ലേ. ഇതിൻ്റെ അർത്ഥം ഞാൻ വീണ്ടും പറയുന്നു, സാലറി മെച്ചപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. സർക്കാർ തീരുമാനിക്കുന്ന ആ സാലറി കേരളത്തിൽ എല്ലായിടത്തും കൊടുക്കാനായിട്ട് മാനേജ്മെന്റ് ബാധ്യസ്ഥരുമാണ്. സർക്കാരിന് കുറച്ചധികം സമയം വേണം ചർച്ചയ്ക്ക്. ഒരുപാട് കാര്യങ്ങൾ തീരുമാനമെടുക്കാനുണ്ട്. നഴ്സസിന് മാത്രമായി ഒരു നിയമം കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ആരോഗ്യ മേഖല നേരിടുന്ന പ്രശ്നങ്ങളെ പൊതുവായി നേരിടാനുള്ള നിയമാവലി മാത്രമേ സർക്കാരിന് കൊണ്ടുവരാനാവൂ. ഇതൊക്കെ ശരിയാണ്. എന്നാൽ വലിയൊരു ജനസമൂഹം കേരളത്തിൽ കഷ്ടപ്പെടുന്നു, യാതന അനുഭവിക്കുന്നു എന്നത് നേരാണ്. ഇതിൻ്റെ ആഴങ്ങളിൽ പോകാനുള്ള ബാധ്യതയും ധാർമ്മികതയും സംസ്ഥാന സർക്കാരിന് ഉണ്ടാകണം. മറ്റു വിശേഷവുമായി ഇനി അടുത്തയാഴ്ച നമ്മൾ വരുന്നില്ല. ഒരു ചെറിയ ഇടവേള. അതുവരെ ഗുഡ് ബൈ.